നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല ദിനം അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഒരു വലിയ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇന്നത്തെ ദിവസം നിർണായകമായ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമുണ്ട്. ഇന്നത്തെ വാർത്താ ദിനം സമ്പന്നമാണ്. നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് ഇങ്ങനെ പനി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡെങ്കിപ്പനിയാണ് ആശങ്ക ഉയർത്തിയെങ്കിൽ അതെ ഇപ്പൊ H1N1 കേസുകൾ ഉയരുകയാണ്. 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒപ്പം 14 പേര് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ട്. ഇങ്ങനെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മഴ ശക്തിപ്പെട്ടാൽ കൂടുതൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചേക്കാമെന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. പക്ഷേ മഴയുടെ തീവ്രത ഉണ്ടാവില്ല, കുറവായിരിക്കുമെന്നുള്ളൊരു കാര്യമാണ്. ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ല. പക്ഷെ എന്നാലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സാധാരണക്കാരെ സംബന്ധിച്ച് അറിയേണ്ട വാർത്തകളൊക്കെയാണ് ഈ പനിയുടെ വാർത്ത. അതേപോലെ നമ്മളെപ്പോഴും ഈ വിപണിയിലുള്ള വിലകളൊക്കെ, പച്ചക്കറി വില കയറ്റം ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യാണ്. പ്രത്യേകിച്ച് ഈ ട്രോളിംഗ് നിരോധനം വന്നതോടുകൂടി മാംസത്തിനും ഒപ്പം തന്നെ പച്ചക്കറിക്കും ഒക്കെ വലിയ വില കൂടിയിട്ടുണ്ട്. കാരണം ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഇത് ഏറ്റവും ശ്രദ്ധേയം തക്കാളിയുടെ വില കുതിച്ചു വരുന്ന സാഹചര്യമാണ്. 120 രൂപ വരെയാണ് പൊതുവിപണിയിൽ തക്കാളിയുടെ വില എന്നാണ് പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് തുടക്കമാണ്. കാരണം 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണുള്ളത്. ഗ്രൂപ്പ് തിരിച്ചുള്ള വലിയ വാശിയേറിയ പോരാട്ടമാണ്. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഇനി അങ്ങോട്ട് വലിയ നീക്കങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകൾക്കും ഒക്കെ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വശത്ത്, മറുവശത്ത് എബിൻ വർക്കിയും സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നതാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത്. അതിൻ്റെ വാർത്തകളൊക്കെ ഇന്നത്തെ പ്രഭാത കേരളത്തിൽ സജീവമായി ഉണ്ടാകും. പിന്നെ അത് തുടങ്ങി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ KSUയുടെ സംസ്ഥാന കൺവീനർ അൻസിൽ ജലീൽ ഇന്ന് പോലീസിന് മുൻപിൽ ഹാജരാകുന്നുണ്ട്. അൻസിൽ BCom സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെന്നാണ് FIR-ലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വാർത്തയുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത്തരം വാർത്തയുണ്ട്. ഒപ്പം തന്നെ അബ്ദുൾ നാസർ മദനി, അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹം വന്നെങ്കിൽ കൂടിയും കൊച്ചിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ സമഗ്രമായ ഒരു വാർത്താ ദിനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. പ്രഭാത കേരളം വിശദമായി കേരളത്തിന്റെ പൊതു സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു. കൗതുക കാഴ്ചകൾ മറ്റു നിരവധിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, നമുക്കിനി എന്തായാലും ഈ വാർത്തകളിലേക്കൊക്കെ വരാം. അതിനു മുൻപ് പ്രധാന തലക്കെട്ടുകൾ നോക്കി വളരെ വേഗം തിരിച്ചു വരാം. നമുക്ക് വിശദമായി തന്നെ കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ബലിപെരുന്നാളാണ് നാളെ. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ്. ഇന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒക്കെ പൊതുവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അത്തരം വാർത്തകളും ഒപ്പം തന്നെ പെരുന്നാൾ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് വരികയാണ്. നമുക്ക് സമഗ്രമായ കേരളത്തിന്റെ ചിത്രം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പരിശോധിച്ച് തുടങ്ങാം. നമുക്കിപ്പം ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി പനിയുടെ ഒരു സാഹചര്യം. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതാണ്. വലിയ തരത്തിലുള്ള പനി ബാധിതരാണ് കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശങ്കയായി വരുന്നത് ഇപ്പോൾ H1N1 കൂടുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. എന്താണ് രോഗത്തിന്റെ ഒരു സാഹചര്യം? കൂടുതൽ പേരിലേക്ക് രോഗം എത്തുന്നുണ്ടോ? എന്താണ് അവസ്ഥ?
ഭവ്യ, സജിത്, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി കനത്ത ചൂടായിരുന്നു. അതിനുശേഷം മഴ വന്നത് ഒരു ചെറിയ ആശ്വാസമാണെങ്കിൽ പോലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പകർച്ചപ്പനി തന്നെയാണ്. പകർച്ചവ്യാധികളുടെ കേസുകൾ കേസുകൾ കൂടുന്നു. അത് ആരോഗ്യവകുപ്പൊക്കെ അതിനു വേണ്ട ഒരു പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും കേസുകളുടെ എണ്ണത്തിൽ കുറവില്ല എന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൽ സംസ്ഥാനത്ത് ആശങ്കയാകുന്നത് H1N1 കേസുകളാണ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗലക്ഷണവുമായി ഈ ആശുപത്രിയിൽ ഈ മാസം ഇതുവരെ 175 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ആശുപത്രിയിൽ പ്രവേശിച്ച 175 പേർക്ക് ഈ മാസം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 9 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നതും ആശങ്ക കൂട്ടുന്നതും ഒക്കെ അത് തന്നെയാണ്. ഈ മരണക്കണക്ക് കൂടുന്നതും ഒക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ പനി ബാധിതരുടെ എണ്ണവും ഉയരുകയാണ്. 12,776 പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത്. 138 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ഉണ്ടായി. അത്തരത്തിൽ പകർച്ചവ്യാധികൾ കൂടുന്നത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പകർച്ചവ്യാധി കേസുകൾ ഉയരുകയും അതിനുവേണ്ട ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേസുകളുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ ശുചീകരണ യജ്ഞമടക്കം സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്കൂളുകളിലുമൊക്കെ അത്തരത്തിൽ വലിയ യജ്ഞമായി നടത്തി ഇതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം. ഒപ്പം ഈ മലപ്പുറം ജില്ലയിൽ ഇന്നലെ 2000-ലധികം പേർക്കാണ് ഈ ഡെങ്കിപ്പനിയുടെ ചികിത്സ തേടിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളത്ത് 51 പേർ ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് എലിപ്പനിയും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ആശങ്കയുണ്ട്. പക്ഷേ പ്രതിരോധം തീർക്കുക മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും അതിന് ആവശ്യമായ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഭവ്യ, ഐശ്വര്യ തുടരുക. ഐശ്വര്യയുടെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം തിരുവനന്തപുരം തലസ്ഥാനം കേന്ദ്രമാകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഐശ്വര്യ. കാരണം സംസ്ഥാനത്ത് കാലവർഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെയും ശക്തമായ ഒരു മഴയിലേക്ക് എത്തിയെന്ന് പറയുക വയ്യ. കാരണം പതിവ് കാലവർഷ കാഴ്ചകളല്ല നമുക്ക് സംസ്ഥാനത്ത് പൊതുവിൽ അനുഭവപ്പെട്ടു വരുന്നത്. അതെ, കഴിയാറുമായി. ഇന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് റിപ്പോർട്ട് എങ്ങനെയാണ്? സംസ്ഥാനത്ത് പൊതുവിൽ പരക്കെ മഴയുണ്ടാവുമെങ്കിൽ കൂടിയും മഴയുടെ തീവ്രത കുറയും എന്ന സൂചനയുണ്ട്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന ഐശ്വര്യ? സജിത്ത് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഒരിക്കലും അനുഭവപ്പെടാത്ത രീതിയിലുള്ള കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനപ്പുറത്തേക്ക് ജൂൺ അവസാനമായി ഇതുവരെയും വലിയൊരു മഴ നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ അലേർട്ടുകളിലെങ്കിൽ പോലും ഒരു ഓറഞ്ച് അലേർട്ട്, ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെയും അത്തരത്തിലൊരു കനത്ത മഴ ലഭിച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ തിരുവനന്തപുരത്തടക്കം യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും വലിയൊരു മഴ ഉണ്ടായിരുന്നില്ല. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും മഴയുടെ ശക്തി വളരെ കുറവായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ അലേർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിലുള്ള മഴ ലഭിക്കുമെന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഒരു ജില്ലയ്ക്കും നൽകിയിട്ടില്ല എന്നുള്ളതാണ് രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അത് വരുന്ന മണിക്കൂറുകൾ മാറിയേക്കാം. എങ്കിലും നിലവിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് കനത്ത മഴ ലഭിച്ചത് എന്ന് നമുക്ക് പേരിനെങ്കിലും പറയാവുന്നത്. രാത്രി വൈകിയും മഴ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പല ജില്ലകളിലും. പക്ഷേ അത് അതിശക്തമായൊരു മഴയായിരുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇടവിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായൊരു മഴ അത് തന്നെയാണ് ലഭിച്ചത്. ഈ മഴ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മലയോര മേഖലയിലും ഒപ്പം തന്നെ തീരദേശ മേഖലയിലും കനത്ത ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യെസ് ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പും അങ്ങനെയാണ്. ഐശ്വര്യ തുടരുക. മറ്റു ചില വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. നമുക്ക് മടങ്ങി വരാം. ചില വാർത്തകൾ കൂടി നോക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായ അബിൻ വർക്കിയും തമ്മിലാകും നേർക്കുനേർ പോരാട്ടം. ജൂലൈ 28 വരെ നീളുന്ന വോട്ടെടുപ്പ് പ്രക്രിയകൾക്ക് ഒടുവിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന അഭിമുഖത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരിക. സമാനതകളില്ലാത്ത നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് യൂത്ത് കോൺഗ്രസിനെ നയിക്കാനുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കമാകുന്നത്. 50 രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുക്കുന്ന വോട്ടർ
സ്മാർട്ട് ഫോണിൽ പ്രത്യേക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താകും വോട്ട് രേഖപ്പെടുത്തുക. ഒരു വോട്ടർക്ക് യഥാക്രമം മണ്ഡലം പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങി 6 വിഭാഗങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താം. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ 8 വൈസ് പ്രസിഡന്റുമാർ, ഇതിൽ 3 പേർ ജനറൽ വിഭാഗത്തിൽ നിന്ന്. വനിതാ സംവരണം, SC ST, OBC, ന്യൂനപക്ഷം തുടങ്ങി 5 സംവരണ വിഭാഗങ്ങളിൽ നിന്നാകും ശേഷിക്കുന്ന 5 വൈസ് പ്രസിഡന്റുമാർ. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 45 പേരെയാകും തെരഞ്ഞെടുക്കുക. ജൂലൈ 28-ന് തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിക്കും. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഭിമുഖം. ഈ കടമ്പകൾ കടന്നാകും യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് പുതിയ നേതൃത്വം കടന്നു വരിക. തെരഞ്ഞെടുപ്പിൽ ഇടപെടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും AI ഗ്രൂപ്പുകളുടെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് അണിയറയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായ ഇടപെടൽ നടത്തിയത്. മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രതിഫലനം രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി നേർക്കുനേർ പോരാട്ടത്തിൽ മറനീക്കും എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അത് സങ്കീർണമാണ്. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചും നിരവധി വാർത്തകൾക്കിടവയ്ക്കുന്ന നീക്കങ്ങളാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. നമുക്കൊപ്പം ഐശ്വര്യ തുടരുന്നുണ്ട്. ഐശ്വര്യ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുന്നു എന്ന് പറയുമ്പോൾ മെമ്പർഷിപ്പ് ചേർക്കലടക്കമുള്ള നടപടിക്രമങ്ങൾക്കാണ് തുടക്കമാവുന്നത്. ഇനി അങ്ങോട്ട് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ അടക്കമുള്ള നീക്കങ്ങളുണ്ട്. സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചൊരു ധാരണയിലേക്ക് മാത്രമാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങൾ വന്നത്. തുടക്കത്തിൽ തന്നെ കേരളത്തെ സംബന്ധിച്ച് ഗ്രൂപ്പ് അതിപ്രസരം അങ്ങേയറ്റം പ്രകടമാക്കുന്നതായി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുമുണ്ട്. എന്താണ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനാവുക ഐശ്വര്യ? സജിത്ത്, 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വോട്ടെടുപ്പ് പ്രക്രിയയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 1 മാസവും ഏത് തരത്തിലുള്ള പോരാട്ടത്തിലേക്കായിരിക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോവുക എന്നത് കണ്ടു തന്നെ അറിയണം. നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പരിശോധിച്ചാൽ നമുക്കറിയാം ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ പുനഃസംഘടനാ ചർച്ച വലിയ രീതിയിൽ വിഭാഗീയത കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ ഔദ്യോഗിക പക്ഷം സമദൂരം പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് അബിൻ വർക്കിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടം കൂടിയാണ്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അതിൽ നിർണായകമാവുക ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷം ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും. A ഗ്രൂപ്പും I ഗ്രൂപ്പും നേർക്കുനേർ പോരാട്ടം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ AI ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്നൊരു സാഹചര്യം മാറി. എയും ഐയും നേർക്കുനേർ വരുമ്പോൾ ഈ ഔദ്യോഗിക പക്ഷം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടുന്നവർ പ്രസിഡന്റായും പിന്നീട് ബാക്കിയുള്ളവർ വൈസ് പ്രസിഡന്റായും മാറുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ കൂടുതൽ വോട്ട് നേടിയാൽ അവർ വൈസ് പ്രസിഡന്റായി മാറും എന്നുള്ളതാണ്. അതിൽ ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായൊരു അഭിമുഖമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇത് ആ പ്രസിഡന്റായുള്ള പ്രഖ്യാപനം വരിക. എന്തായാലും വളരെ നിർണായകമായൊരു നീക്കമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന 1 മാസത്തിനുള്ളിൽ ഗ്രൂപ്പുകൾ വലിയ തർക്കങ്ങളും ഒപ്പം തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സജിത്, അതാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന് ഐശ്വര്യ, നമുക്ക് നടപടികളിലേക്ക് വരുമ്പോൾ കേരള സർവകലാശാല ഇന്നലെ ഒരു സുപ്രധാന നീക്കം നടത്തുന്നുണ്ടല്ലോ. ഈ നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. ഈ വിഷയത്തിൽ സർവകലാശാല തുടക്കം മുതൽ കടുത്ത നിലപാടുകളിലാണ്. പ്രത്യേകിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തതാണ് ഈ വിഷയത്തിൽ. ഇനി അങ്ങോട്ട് ഇതിലുണ്ടാകുന്ന നിയമപരമായ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ സർവകലാശാലയുടെ തുടർ നടപടികൾ അതെങ്ങനെയായിരിക്കും ഐശ്വര്യ? സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിഖിൽ തോമസിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് കേരള സർവകലാശാല നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാടധികം നേട്ടങ്ങൾ
സ്വന്തമാക്കി. അതിന്റെ ഒരു തിളക്കത്തിൽ തന്നെയായിരുന്നു. ആ തിളക്കത്തിന് ഒരു മങ്ങലേൽപ്പിക്കും വിധമാണ് ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരള സർവകലാശാല നോക്കിക്കണ്ടതും. ആ കാര്യത്തിൽ ശക്തമായ നിലപാട് വേണം, ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് കേരള VC മോഹൻ കുന്നുമ്മൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ശക്തമായ നിലപാടും കേരള സർവകലാശാല സ്വീകരിച്ചിരുന്നു. അതിനൊടുവിലാണ് പല ചർച്ചകൾ, വിശദീകരണം തേടൽ. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. പക്ഷെ അപ്പോഴും ഇനിയൊരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിച്ച്, രജിസ്ട്രാർ അടക്കമുള്ള ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിച്ച് MSM കോളേജിന് പറയാനുള്ളത് ഒരിക്കൽ കൂടി കേൾക്കും. അതായത് 2 തവണ അവരോട് വിശദീകരണം തേടിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സാവകാശം കൂടി അവർക്ക് നൽകുകയാണ്. അവരെ വിളിച്ചു വരുത്തും. സർവകലാശാലയിൽ വന്ന് ഈ കമ്മിറ്റിക്ക് മുൻപിൽ MSM കോളേജിന് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. നേരത്തെ അവർ നൽകിയ വിശദീകരണത്തിൽ ആ സമയത്ത് നിഖിലിന് അഡ്മിഷൻ നൽകിയ അധ്യാപകനോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ ഒക്കെ വിരമിച്ചു എന്നുള്ളതായിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല. അഡ്മിഷൻ കമ്മിറ്റിയിലുള്ളത് ആരൊക്കെയാണ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള അധ്യാപകർ ആരൊക്കെയാണ്, അങ്ങനെ തുടങ്ങി ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തമായ മറുപടി MSM കോളേജ് കേരള സർവകലാശാലയെ ബോധിപ്പിക്കേണ്ടി വരും. അതിനുശേഷം ഈ അധ്യാപകർക്കെതിരെ, അതായത് ഒരു കോളേജിനെതിരെ നടപടിയെടുക്കുന്നത് ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്ക്, ഇതുമായി ബന്ധപ്പെട്ട് നിന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനാണ് കേരള സർവകലാശാല ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരള സർവകലാശാല തയ്യാറല്ല. ഇക്കാര്യത്തിൽ കേസ് നൽകിയിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ കേരള സർവകലാശാല ഉറച്ചു നിൽക്കുകയാണ്. ഐശ്വര്യ, മറ്റൊരു കാര്യം കൂടി, ഈ SFI വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ പൂർണ്ണമായും പ്രതിരോധത്തിലായതുപോലെ തന്നെ KSU പ്രതിരോധത്തിലായ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ KSUയുടെ സംസ്ഥാന കൺവീനർ അൻസിൽ ജലീൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് മുൻപിൽ ഹാജരാകുന്നുണ്ട്. പ്രത്യേകിച്ച് അൻസിലിന്റെ BCom സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെന്നാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. എപ്പോഴത്തേക്കായിരിക്കും പോലീസിന് മുൻപിൽ ഹാജരാവുക? എന്തൊക്കെയായിരിക്കും പ്രധാനമായും മൊഴി നൽകാനുള്ള സാഹചര്യമുള്ളത്? അൻസിൽ രാവിലെ തന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അൻസിൽ ജലീലിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പുറത്തു വന്ന ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തയായപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ അൻസിൽ പോലീസിനെ സമീപിക്കുകയും കേസ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരള സർവകലാശാല ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതിലൊരു പരാതി പോലീസിന്, DGPക്ക് നേരിട്ട് കൈമാറുകയും ഇതിലൊരു നടപടി വേണം, ഈ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാല നൽകിയിട്ടില്ല എന്ന് VC തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് DGP ഈ കേസ് ADGPക്ക് കൈമാറുകയും തുടർന്ന് ഇത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുകയും കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഇന്ന് അൻസിൽ ജലീലിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ FIRൽ പറയുന്നത് ഈ BCom സർട്ടിഫിക്കറ്റ് അൻസിൽ വ്യാജമായി നിർമ്മിച്ചതാണ്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചനയടക്കം 7 വർഷം വരെ തടവ് കിട്ടാവുന്ന 5 വകുപ്പുകൾ ചേർത്താണ് FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അൻസിൽ മൊഴിയെടുക്കാൻ ഹാജരാകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ തുടർ നടപടി എന്താകുമെന്ന് കണ്ടറിയണം. അതാണ് ഐശ്വര്യ വ്യക്തമാക്കിയത്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ച് സംഭവബഹുലമായ ഒരു ദിവസം. കാരണം നിരവധി വാർത്തകളുണ്ട്, രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണമടക്കം വരാനിരിക്കുന്നു. ഒപ്പം തന്നെ അൻസിൽ ഇന്ന് പോലീസിന് മുന്നിൽ, കന്റോൺമെന്റ് പോലീസിന് മുന്നിൽ വരുന്നു എന്നതാണ്. എന്തായാലും ഐശ്വര്യ, വളരെ നന്ദി. എന്തായാലും വാർത്തകൾക്കൊപ്പം സജീവമായി നിൽക്കട്ടെ. തിരുവനന്തപുരം ഏറ്റവും സജീവമായ ഒരു ദിവസമായി ഇന്ന് മാറുകയും. അതെ, എന്തായാലും വരും മണിക്കൂറിൽ ബാക്കി വാർത്തകളുമായി തിരുവനന്തപുരം ടീം നമുക്കൊപ്പം ഉണ്ടാകും. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അട്ടപ്പാടി ഷോളയൂരിൽ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത മാങ്ങാ കൊമ്പൻ. രാത്രിയിൽ ചാവടിയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ തുരത്താനെത്തിയ RRT സംഘത്തിന് നേർക്കാണ് ആന പാഞ്ഞെടുത്തത്. ജീപ്പ് ഏറെ ദൂരം പിന്നിലോട്ട് ഓടിച്ചാണ് വനപാലകർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പടക്കം പൊട്ടിച്ചും സൈറൻ മുഴക്കിയും 1 മണിക്കൂറിന് ശേഷമാണ് മാങ്ങാക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്താനായത്. ഒരാഴ്ചക്കിടെ അട്ടപ്പാടിയിൽ 6 ഇടങ്ങളിലാണ് മാങ്ങാക്കൊമ്പനിറങ്ങി ഭീതി പടർത്തിയത്.
എന്തായാലും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും പിന്നാലെ ഇപ്പൊ ഇടുക്കിയിൽ അല്ല അട്ടപ്പാടിയിൽ അങ്ങ് മാങ്ങാക്കൊമ്പനും അല്ലേ? അതെ, മാങ്ങാക്കൊമ്പൻ നേരത്തെയും ആ മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ആ സമീപ ദിവസങ്ങളിൽ തന്നെ 6 ദിവസങ്ങളിലായി മാങ്ങാക്കൊമ്പന്റെ ആക്രമണം അത്തരത്തിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇന്ന് രാത്രി ഉണ്ടായ ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ഇനി കൊച്ചിയിലേക്കാണ് പോകുന്നത് അല്ലേ? കൊച്ചിയിൽ നമുക്കിപ്പം നവമി ഉണ്ട്. നവമി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തായാലും കഴിഞ്ഞ ദിവസമായി PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രി വിടാൻ ഉടൻ സാധിക്കുമോ? എന്താണ് സാഹചര്യം? സജിത്, ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. 2 ദിവസം മുൻപാണ് PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്നാണ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. അഡ്മിറ്റാക്കിയ ദിവസത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ആശുപത്രി വിടാൻ സാധ്യതയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരും ഒപ്പം തന്നെ കുടുംബവും അറിയിക്കുന്നത്. ഇന്നലെ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് മദനിയുടെ വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ട്. രക്തസമ്മർദ്ദവും ക്രിയാറ്റിനും ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്നും വിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. തൻ്റെ പിതാവിനെ കാണാൻ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കാണാനാണ് അദ്ദേഹം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇളവ് വാങ്ങി അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. പിതാവിനെ കാണാനാണ് അദ്ദേഹം എത്തിയത്. എന്നാൽ വരുന്ന വഴി നെടുമ്പാശ്ശേരിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആംബുലൻസിൽ വെച്ച് 2 പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. തുടർന്നാണ് അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. അതാണ് മദനിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ. എന്തായാലും കൊച്ചിയിൽ ചികിത്സയിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരാൻ അൻവാർശ്ശേരിയിലേക്ക് എത്താനുള്ള ശ്രമമായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത്. അത് സംബന്ധിച്ചൊരു ആശങ്കകളുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. വയനാട് പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യ ഇടനിലക്കാരൻ സജീവൻ കൊല്ലപ്പള്ളിയെ ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. 1 മാസത്തിലധികമായി ഒളിവിലായിരുന്ന സജീവനെ ഇന്നലെ രാത്രി ബത്തേരി കോട്ടക്കുന്ന് വച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് പിടികൂടിയത്. നമുക്കൊപ്പം രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് സംഭവം? ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രമാദമായ ഒരു കേസാണല്ലോ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ഭവ്യ, സജിത്. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രമാദമായ ഒരു കേസാണ്. ആ കേസിലെ പ്രധാന കുറ്റവാളി എന്ന് സംശയിക്കുന്ന പരാതിയിലുള്ള മുഖ്യ ഇടനിലക്കാരനായ സജീവൻ കൊല്ലപ്പള്ളിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബത്തേരി കോട്ടക്കുന്ന് വെച്ച് വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസ് പിടികൂടിയത്. ഇദ്ദേഹം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി കർണാടകയിലെ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് ഇദ്ദേഹം ഉണ്ടെന്ന സ്ഥിരീകരണം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ പരിശോധന നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല. ഇതിനിടയിലാണ് ഇദ്ദേഹം വളരെ നാടകീയമായി പുൽപ്പള്ളിയിലേക്ക് വരുന്ന വഴി കോട്ടക്കുന്ന് വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടി. ഇദ്ദേഹം കീഴടങ്ങാൻ എത്തിയതാണെന്ന സൂചനയും ഉണ്ട്. അതിനിടയിലാവാം ഒരുപക്ഷെ പോലീസിന്റെ പിടിയിലായതെന്നും പറയപ്പെടുന്നു. ഈ 10 പ്രതികളിൽ വിജിലൻസ് സമർപ്പിച്ച 10 പ്രതികളിൽ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ മരണപ്പെട്ട കർഷകനായ രാജേന്ദ്രൻ നായരുടെ ബന്ധുക്കൾ നൽകിയ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലും ദാനിയൽ എന്ന വായ്പാ തട്ടിപ്പിനിരയായ കർഷകൻ നൽകിയ വഞ്ചനാ കുറ്റത്തിലും ഇദ്ദേഹം പ്രതിയാണ്. ഈ കേസിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ബാങ്കുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ലാത്ത ഇടനിലക്കാരനായി ഈ ബാങ്ക് വായ്പ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഇടപെട്ടു എന്നാണ് ആക്ഷേപം ഇദ്ദേഹത്തിന്റെ പേരിലുള്ളത്. എന്തായാലും ഇദ്ദേഹം പിടിയിലായിരിക്കുന്നു. കൂടുതൽ ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ആളുകളുടെ ഇടപെടലുകൾ, എങ്ങനെ ഈ വായ്പ ദുരുപയോഗം ചെയ്തു എന്നതൊക്കെ തന്നെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാവുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനാണ്. അവധി ദിവസമായതിനാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. എന്തായാലും കൂടുതൽ പ്രതികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന VM പൗലോസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ അറസ്റ്റുമായി നടപടികളുമായി ഈ കേസിൽ
പോലീസ് മുന്നോട്ട് പോകുന്നു എന്നതും കൂടിയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, രതീഷാണ് വ്യക്തമാക്കിയത്. പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നും. നമുക്കിനിയും ഒരുപാട് വാർത്തകൾ പരിശോധിക്കേണ്ടതുണ്ട്. വാർത്തകളിലേക്കൊക്കെ നമുക്ക് വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. നമ്മൾ അങ്ങനെ പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ച് വിലക്കയറ്റം അത് ഏറെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും തക്കാളിക്ക് കിലോഗ്രാമിന് 100 രൂപ കടന്ന് സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ് വില. 100 മുതൽ 120 രൂപ വരെയാണ് പൊതുവിപണിയിൽ തക്കാളിയുടെ വില. അടുക്കളയിൽ എന്നും തക്കാളി താരമാണ്. തക്കാളി ചമ്മന്തി മുതൽ ചിക്കൻ കറി വരെ തക്കാളി ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയാണ് തക്കാളി വില. പോയ ഒരാഴ്ചക്കും വേണമെങ്കിൽ 50 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഡബിളായി. ഇപ്പോൾ 100 രൂപ അതിൻ്റെ വിലയായി. 100 രൂപ ആയിരുന്നിരുന്നാലും പെട്ടിയുടെ കണക്ക് നോക്കുമ്പോൾ 100 രൂപ മുതലേ ആവും. പെട്ടി വന്ന് 1250 രൂപ പെട്ടി വന്നപ്പോൾ 2400 2500 വിലയാണ്. 100 രൂപയ്ക്ക് മുകളിൽ പെട്ടി വിലയാകും. ചില്ലറ വിലയാകും. ചില്ലറയ്ക്ക് 100 രൂപയാണ് വിൽക്കുന്നത്. 4 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ തക്കാളി വില 60 രൂപ, ഹോർട്ടികോർപ്പിൽ 62 രൂപ. ഇന്നലെ അത് ഇരട്ടിയിലധികമായി. ചാല ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ 100 മുതൽ 120 രൂപ വരെ ഈടാക്കുമെങ്കിൽ ഹോർട്ടികോർപ്പും ഒട്ടും പിന്നിലല്ല. 99 രൂപയാണ് 1 കിലോ തക്കാളിയുടെ വില. സംസ്ഥാനത്തേക്ക് തക്കാളി എത്തുന്ന ആന്ധ്രാപ്രദേശിലെ കുർണൂൾ, ചിറ്റൂർ, വിജയവാഡ എന്നിവിടങ്ങളിൽ തക്കാളിയുടെ ചില്ലറ വിൽപ്പന കിലോയ്ക്ക് 100 രൂപയായി. ബംഗളൂരുവിൽ നിന്ന് തക്കാളി എത്തുന്നതും ഗണ്യമായി കുറഞ്ഞു. കച്ചവടങ്ങൾ വളരെ ബാധകമല്ലേ? അത് 100 രൂപ സാധനം വാങ്ങിക്കാൻ കൊണ്ടുവന്നാൽ ഒന്നും കാണില്ലല്ലോ. എന്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ അവർക്ക് ഒന്നും കൊണ്ടുപോകാനൊക്കില്ല. അതേപോലെ തന്നെ ഇഞ്ചിക്ക്, അതേപോലെ പച്ചമുളകിന് 3 സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം വിറ്റ് കൊണ്ടുവരണം. കുടുംബം വിറ്റ് കൊണ്ടുവന്നാലേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാതെ ആ കണ്ടിട്ടില്ലായി. നമ്മളക്കാർക്കാണെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷം തക്കാളിയുടെ വില 120 രൂപ വരെയായിരുന്നു. പിന്നീട് കുറഞ്ഞ വില ഇപ്പോഴാണ് ഇങ്ങനെ കൂടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് ഇനിയും കുറഞ്ഞാൽ ഇവിടെ വില വീണ്ടും കൂടും. 100 കഴിഞ്ഞ് തക്കാളി വില കുതിക്കുകയാണ്. ഈ പോക്ക് പോയാൽ സാധാരണക്കാരന്റെ സാമ്പാറിനും രസത്തിനുമൊക്കെ തക്കാളി അന്യമാകും. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. യഥാർത്ഥത്തിൽ തക്കാളി വില മാത്രമല്ല, സർവത്ര വിലക്കയറ്റം. പല കാരണങ്ങളാണ് വ്യാപാരികൾ നിരത്തുന്നത്. ഇത് ഐശ്വര്യ റിപ്പോർട്ട് തയ്യാറാക്കിയത് ചാല മാർക്കറ്റിൽ നിന്ന്. തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുചിത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. നമുക്ക് എന്താണ് കൊച്ചിയുടെ ഒരു അവസ്ഥ കൂടി എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. നമ്മൾ മടങ്ങി വരുമ്പോൾ ഈ വിലക്കയറ്റമാണ് നമ്മുടെ പൊതുപ്രശ്നം. ഈ തക്കാളി വിലക്കയറ്റം മാത്രമല്ല, സർവത്ര പച്ചക്കറി ഇനങ്ങൾക്കെല്ലാം വലിയ വിലക്കയറ്റമുണ്ട്. ചിക്കൻ വിലക്കയറ്റമുണ്ട്. അങ്ങനെ വലിയൊരു വിലക്കയറ്റത്തിന് നാളെ, പ്രത്യേകിച്ചും ഈ പെരുന്നാൾ ദിവസങ്ങളിൽ വിലക്കയറ്റം അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നുമുണ്ടാവും. നവമി എവിടെയാണ് നിൽക്കുന്നത്? ആൾക്കാരുടെയൊക്കെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? കൊച്ചി മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എന്താണ് നവമി? തീർച്ചയായും സജിത്ത് പറഞ്ഞതുപോലെ തന്നെ തക്കാളിക്ക് മാത്രമല്ല പച്ചക്കറികളുടെ വില കുത്തനെ ഉയരുകയാണ്. റോക്കറ്റ് പോലെ മുകളിലേക്ക് പോവുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് പച്ചക്കറികൾ കൂട്ടാണ്ടിരിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും ഇങ്ങനെ പച്ചക്കറികളുടെ വില കൂടുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു സാമ്പാറോ അവിയലോ ഒക്കെ വെച്ച് ഒന്ന് ചോറ് തിന്നുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതുപോലെ തന്നെ, അതായത് പുറത്തു നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ പച്ചക്കറിക്ക് വില കുത്തനെ ഉയരാൻ കാരണമെന്നാണ് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ പറയുന്നത്. എന്തായാലും ഈ പച്ചക്കറിയുടെ വില ഉയർന്നതോടുകൂടി ആളുകൾ വന്ന് മേടിക്കുന്നതിൻ്റെ തോതും കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യത്തിന് മാത്രം വന്ന് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു ഹോൾസെയിൽ കടയിലെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, മൊത്തത്തിൽ എങ്ങനെയാണ് പച്ചക്കറികളുടെ വില? നമ്മളുടെ ഉൽപാദനം കുറഞ്ഞ് ആവശ്യക്കാർ വർദ്ധിച്ച് നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി സാധനങ്ങൾ വരണില്ലാത്തതുകൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കേരളത്തിൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളില്ല. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പച്ചമുളക്, ഉണ്ടമുളക്, മുരിങ്ങക്ക, ബീൻസ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതൊന്നും കേരളത്തിൽ ഉൽപ്പാദനമില്ല. നമ്മുടെ കോട്ടയം ജില്ലയിൽ മാത്രം പാവക്ക, പടവലങ്ങ, പീച്ചിങ്ങ അതുപോലെ കുറച്ച് നാടൻ സാധനങ്ങളേ ഉള്ളൂ. ബാക്കി മുഴുവൻ സാധനങ്ങളും തമിഴ്നാട്, കർണാടകയാണ് നമ്മൾ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം കേരളത്തിലേക്ക് ഇത്ര വേണം.
അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉള്ള അവരെ ചൂഷണം ചെയ്യുമെന്ന് പറയാം. പിന്നെ തമിഴ്നാട്ടിൽ കൃഷിയുള്ളതുകൊണ്ട് നമുക്കത് കിട്ടണം. നമ്മുടെ കേരളത്തിൽ ഇവിടെ നമ്മൾ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. അതുപോലെ കാർഷിക മേഖലയിലെ പ്രോത്സാഹനം കുറവാണ്. മറ്റു മേഖലകളിലൊക്കെ തൊഴിൽ എടുക്കുന്നവർക്ക് ശമ്പളവും നല്ല ഇതുമൊക്കെ ഉണ്ടെങ്കിൽ കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്കും അതിൻ്റേതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് പിന്നോക്കം പോണത്. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള കൃഷികൾ ചെയ്യാമെന്നുള്ളതല്ല, നമുക്കത് പോരാ. നമുക്ക് ടണ്ണ് കണക്കിന് പച്ചക്കറികൾ, ടണ്ണ് കണക്കിന് പഴങ്ങൾ എല്ലാം വേണം. അതൊന്നും നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ നിശ്ചയിക്കുന്ന ഒരു വില, അവരവിടെ നിന്നിട്ട് ഇപ്പോൾ ഇഞ്ചിക്ക് തന്നെ 200 രൂപയായി വില. അപ്പോൾ അവർ 190 രൂപ എന്ന് അവർ തീരുമാനിച്ചാൽ ആ 190, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അവരൊക്കെ ഇവിടെ കേരളത്തിലേക്ക് വിടുന്ന പച്ചക്കറികളുടെ അളവ് അവർക്കറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. മറ്റ് പച്ചക്കറികൾ ഏതൊക്കെയാണ് വില കൂടിയ പച്ചക്കറികൾ? വില കൂടിയ പച്ചക്കറികൾ ബീൻസ് വില കൂടുതൽ. ബീൻസ് 100 രൂപയാണ്, പച്ചമുളക് 90 രൂപയാണ്, വെണ്ടക്ക 50 രൂപ, കാബേജ് 40, 35, അതുപോലെ വെള്ളരിക്ക, അത് കുമ്പളങ്ങ, അതെല്ലാം വില കുറവുണ്ട്. ഈ പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ വില കൂടുതലാണ്. ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി ഒക്കെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളിൽ അത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റങ്ങളാണ് തക്കാളി എന്ന് പറഞ്ഞത്. അതൊക്കെ വില കൂടുതലാണ്. പിന്നെ ഒരു ആശ്വാസമായിട്ട് സവാള മാത്രം വില വർദ്ധിച്ചിട്ടില്ല. അതിപ്പോഴും മൊത്ത വില 20-ലും ചില്ലറ വില 25-ലും നിൽക്കണേണ്. ഇനി അതുപോലെ തന്നെ ഈ ആളുകൾ വന്ന് മേടിക്കുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആൾക്കാരുടെ വരവ് കുറഞ്ഞോ? ആൾക്കാരുടെ വരവല്ല, ആളുകൾ വരുന്നവരും ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുന്ന ഒരു രീതി. അങ്ങനെ ഇപ്പോൾ 1 കിലോ വാങ്ങിക്കേണ്ടത് ഇപ്പോൾ 100 രൂപ എന്ന് പറയുമ്പോൾ 1/2 കിലോ വാങ്ങി കുറക്കും. അപ്പോൾ അതിലിപ്പം നമുക്ക് അങ്ങനെ വരുമ്പോഴും ഇവിടെ ക്ഷാമമില്ലാതെ തന്നെ ഇപ്പം സാധനം കിട്ടാനുണ്ട്, ക്ഷാമമില്ല, വില കൂടുതലാണ്. അതാണ് അവസ്ഥ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ തോത് കുറഞ്ഞ് ഒപ്പം തന്നെ അവർ നിശ്ചയിക്കുന്ന ഒരു വില അനുസരിച്ച് മാത്രമേ ഇവർക്ക് കൊടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചക്കറി വാങ്ങാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവുണ്ട്, അവർ മേടിക്കുന്നത് തന്നെ അളവിലും കുറവുണ്ട്. അതുകൊണ്ട് ഈ പച്ചക്കറി ഉടമസ്ഥരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത്തരത്തിൽ പച്ചക്കറികളുടെ വില കൂട്ടുമ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇങ്ങനെ പച്ചക്കറിയുടെ വില തീ പിടിച്ച പോലെ ഉയർന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചിക്കൻ്റെയും ബീഫിൻ്റെയും വിലയടക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ധന വിലയാകട്ടെ എല്ലാം മുകളിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ആയാൽ നമ്മുടെ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സജിത്ത്. യെസ്, അതാണ് നവമി വ്യക്തമാക്കുന്നത്. നവമി, ഈ പൊതുവിൽ എല്ലാ ഇനങ്ങൾക്കും കൊച്ചിയിലും വിലക്കയറ്റമുണ്ട് എന്ന് വ്യാപാരി തന്നെ പറയുന്നു. അദ്ദേഹം തന്നെ അതിൻ്റെ കാരണങ്ങളും കണ്ടെത്തുന്നുമുണ്ട്. ഈ പൊതുവിൽ കൊച്ചിയുടെ മറ്റിടങ്ങളിലും ഈ നഗരമേഖലകൾ വിട്ടാൽ മറ്റിടങ്ങളിലെയും സ്ഥിതിയും വ്യത്യസ്തമല്ലല്ലോ, സമാന സാഹചര്യം തന്നെയായിരിക്കും ഉള്ളതല്ലേ? കാരണം തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലെ വിലക്കയറ്റം സമാനമായ രീതിയിൽ തന്നെ കൊച്ചിയിലേക്കും വന്നു എന്ന് തന്നെ കരുതാം അല്ലേ? തീർച്ചയായും സജിത്ത്, ഇപ്പോൾ ഇവർ പറയുന്നത് ഈ തമിഴ്നാടിനെയാണ് നമ്മൾ പ്രധാനമായും പച്ചക്കറിയെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം കേരളത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി എത്രയാണെന്ന്. അപ്പോൾ അവരൊരു വില നിശ്ചയിച്ച് ഇവർക്ക് നൽകും. ഇതിൽ കുറവായിട്ട് അവർക്ക് വിൽക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ്, അവർക്കൊരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ നിശ്ചയിക്കുന്ന ഒരു വിലയിൽ നിന്നും ഒരു 10-20 രൂപ കുറച്ചായിരിക്കും ഇവർ കൊടുക്കുക. എന്നാൽ കൂടിയും അത് സാധാരണക്കാരെ സംബന്ധിച്ച് മേടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ഇവിടെ ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് മൊത്തത്തിൽ പച്ചക്കറികളുടെ വില? അല്പം കൂടുതലാണ്. ഈ സമയത്ത് വില കൂടി മഴയുടെ പ്രശ്നം കാരണമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മഴയുടെ പ്രശ്നം, പിന്നെ കുറച്ച് സാധനങ്ങളുടെ ഷോർട്ടേജും മൊത്തത്തിലുള്ള ആവശ്യകത കൂടിയത് കൊണ്ടും അല്പം വില കൂടുതലാണ്. ബിസിനസ്സിനെ ഇത് ഏതെങ്കിലും വിധത്തിൽ ബാധിച്ചോ? ബാധിക്കും. എല്ലാവരുടെയും ആവശ്യം കുറയ്ക്കും, അവർ സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കും, ആളുകൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. സാധ്യതയുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും കുറഞ്ഞു വരും. അപ്പോൾ 2 ആഴ്ച കൊണ്ട് പച്ചക്കറിയുടെ വില കുറയാൻ ഒരു സാധ്യത ഉണ്ടെന്നും കൂടി പറയുന്നുണ്ട്. എങ്കിൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. എന്തായാലും കൊച്ചിയിൽ മൊത്തത്തിൽ ഈ ഒരു വില തന്നെയാണ്. ഒരു തക്കാളിക്കും പച്ചമുളകിനും ക്യാബേജിനും ഒക്കെ അത്യാവശ്യം വില കൂടി നിൽക്കുന്ന ഒരു 100 അടുപ്പിച്ച് എത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യം മേടിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ച് മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അതാണ് നവമി സൂചിപ്പിക്കുന്നത്. എന്തായാലും വിലക്കയറ്റത്തിന് കാരണം വ്യാപാരികൾ തന്നെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഉൽപ്പാദനം കുറഞ്ഞു, ഇവിടെ ഉപഭോഗം വർദ്ധിച്ചു. രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് വിലക്കയറ്റം അങ്ങേ രൂക്ഷമായത്. നമുക്കിവിടെ ഉപയോഗം പച്ചക്കറി ഇനങ്ങളുടെ കൂടാൻ കാരണം ട്രോളിംഗ് നിരോധനമൊക്കെ ഒരു കാരണമായിട്ടുമുണ്ടാവാം. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് പച്ചക്കറി ഇനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് തക്കാളി വിലയാണ്. തക്കാളി വില 100 കടന്നിരിക്കുന്നു. 100 മുതൽ 120 വരെയാണ് മലയാളികൾ പച്ചക്കറി ഇനങ്ങളിൽ ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഇനമായ തക്കാളിക്ക് നൽകേണ്ടി വരുന്ന വില. തമിഴ്നാട് അടക്കമുള്ള തക്കാളി എത്തുന്ന പ്രധാനപ്പെട്ട ഉൽപാദന കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പൊതു സാഹചര്യം എന്തായാലും നാവി പറഞ്ഞ പോലെ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ വില കുറയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് ഒരു ആശ്വാസം നൽകുന്ന ഒരു വിവരം കൂടിയാണ്. 2 ആഴ്ച വളരെ കരുതൽ തന്നെ പോകണം. മറ്റു ഇടപെടലുകളൊന്നും ഫലം കാണില്ല എന്നതാണ്. ഐശ്വര്യ പറഞ്ഞതുപോലെ സാമ്പാറിലൊക്കെ നമുക്കൊന്ന് തക്കാളി മാറ്റി പിടിക്കേണ്ട സാഹചര്യമായിരിക്കും. യെസ്, നമുക്ക് എന്തായാലും ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കരാർ വാഹനത്തിന് AI ക്യാമറ വഴി പിഴയിട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. AI ക്യാമറകളുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ റൂമുള്ള കൽപ്പറ്റ കൈനാട്ടിയിലെ ഓഫീസിലെ വൈദ്യുതിയാണ് ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ വിച്ഛേദിച്ചത്. ബിൽ പേയ്മെന്റ് എത്ര താമസിച്ചാലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരാത്ത KSEB മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമിലെ ഫ്യൂസ് ഊരിയത് 1 മാസത്തെ ബില്ലടയ്ക്കാത്തതിന്റെ പേരിലാണ്. കഴിഞ്ഞ ദിവസം അമ്പലവയൽ KSEBക്ക് വേണ്ടി ഓടുന്ന കരാർ ജീപ്പിന് മുകളിൽ തോട്ടിയടക്കമുള്ള സാധനങ്ങൾ കയറ്റിയതിന് 20,500 രൂപയും വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 500 രൂപയും MVD പിഴയിട്ടിരുന്നു. ഇത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് കണ്ടെത്തി പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഒഴിവാക്കി. ഇതിന്റെ വിവാദം തുടരുന്നതിനിടയിലാണ് KSEBയുടെ കൽപ്പറ്റയിലെ നടപടി. ഒടുവിൽ അടിയന്തര ഫണ്ടിൽ നിന്ന് MVD പണമെടുത്ത് 35,000 രൂപയുടെ ബില്ല് അടച്ചതോടെയാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അത് കറണ്ട് അവർ ഇന്നലെ രാവിലെ കറണ്ട് ഫ്യൂസ് ഊരുകയാണ് ചെയ്തത്. നമ്മൾ ബില്ലടയ്ക്കാൻ ഡിലേ ആയി എന്നുള്ളത് കൊണ്ട് ഫ്യൂസ് ഊരിയതിനു ശേഷം പിന്നെ നമുക്ക് കൺട്രോൾ റൂമിലെ പ്രവർത്തനങ്ങൾ ഇന്ന് ഉച്ച വരെ ഭാഗികമായിട്ടേ നടന്നിട്ടുള്ളൂ. സാധാരണ നമ്മൾ കുറച്ച് ഡിലേ വന്നാലും നമുക്ക് ഇപ്പോൾ ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനം തന്നെയല്ലേ, നമുക്കതിനൊരു ടൈം തരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് അങ്ങനെ കട്ട് ചെയ്ത് പോയി. ജില്ലയിലെ AI ക്യാമറകളുടെ പ്രധാന നിയന്ത്രണ യൂണിറ്റായ കൽപ്പറ്റ കൈനാട്ടിയിലെ MVD എൻഫോഴ്സ്മെന്റ് കൺട്രോൾ യൂണിറ്റിലാണ് നടപടിയെ തുടർന്ന് 24 മണിക്കൂറിനടുത്ത് വൈദ്യുതി മുടങ്ങിയത്. ഇത് കാരണം ഒരു ദിവസം AI ക്യാമറകളുടെ ഡാറ്റകളുടെ പ്രോസസ്സിംഗും നടന്നില്ല. ന്യൂസ് 18 വയനാട്. നമ്മൾ ഇനി പോകുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെട്ടു. വർക്കല വടശ്ശേരിക്കോണം സ്വദേശി രാജുവിനെയാണ് പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇന്നാണ് രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. യെസ്, ഐശ്വര്യ ആന്റിൽ നമുക്കൊപ്പം ചേരുന്നു. ഐശ്വര്യ, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താണ് ഇതിന്റെ സാഹചര്യം? ഇത് സംബന്ധിച്ച് പോലീസ് അടക്കം നൽകുന്ന വിശദീകരണം എങ്ങനെയാണ് ഐശ്വര്യ? സജിത്ത്, ഭവ്യ, തിരുവനന്തപുരം കല്ലമ്പലത്താണ് വയോധികൻ, അതായത് പെൺകുട്ടിയുടെ അച്ഛനെ, ശ്രീലക്ഷ്മിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത്. ഈ കല്ലമ്പലം വടശ്ശേരിക്കോണം സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതിൽ രാജുവിന്റെ അയൽവാസിയും മകളുടെ സുഹൃത്തുക്കളുമായ ജിഷ്ണുവും ജിജിനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ശ്രീലക്ഷ്മിക്ക്, അതായത് ഇന്ന് ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. മുൻപ് ശ്രീലക്ഷ്മിക്ക് ഈ ജിഷ്ണുവുമായി കല്യാണം ആലോചിക്കുകയും തുടർന്ന് ചില പ്രശ്നങ്ങളാൽ അത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നത്, വേണ്ട എന്ന് വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വന്ന കല്യാണാലോചന ഉറപ്പിക്കുകയും ഇന്ന് ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കാനിരിക്കുകയുമായിരുന്നു. അതിനിടെ ഇന്നലെ രാത്രി ഈ റിസപ്ഷന് ശേഷം വളരെ വൈകി അർദ്ധരാത്രിയോടുകൂടി ജിഷ്ണുവും സുഹൃത്തുക്കളും വീട്ടിലേക്ക് വരികയും അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്നാണ് ഇത്തരത്തിൽ അത് കൊലപാതകത്തിലേക്ക്, ആ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അതിനുശേഷം ഈ അവിടെ നിന്ന് അതായത് ഈ സംഭവത്തിൽ രാജുവിന് മാത്രമല്ല, ശ്രീലക്ഷ്മിയുടെ പിതാവിന് മാത്രമല്ല മറ്റ് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഇത്തരത്തിൽ കൊലപാതകമാവുകയും തുടർന്ന് അവിടെ നിന്ന് വലിയൊരു സംഭവമാവുകയും ചെയ്തതോടുകൂടി പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കല്ലമ്പലം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിഷ്ണുവിന്റെയും ജിജിന്റെയും അറസ്റ്റ്, സഹോദരനാണ് ജിഷ്ണുവിന്റെ സഹോദരൻ ജിജിൻ ഉണ്ടായിരുന്നു, ഒപ്പം 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലവിൽ വർക്കല SN മിഷൻ
ആശുപത്രിയിലാണ് രാജുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും അല്പസമയത്തിനകം കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുന്നു. വളരെ ദാരുണമായൊരു സംഭവമാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ദാരുണമായ ഒരു കൊലപാതകമാണ്. മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെടുന്ന അവസ്ഥ അങ്ങേയറ്റം ദാരുണമായ ദുഃഖകരമായ ഒരു സംഭവമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് ഐശ്വര്യ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം തുടർ നടപടികളിലേക്കും കടക്കും. പെൺകുട്ടിക്കടക്കം മർദ്ദനമേറ്റ സാഹചര്യമാണുള്ളത്. എന്തായാലും നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോവേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ മുടക്കിയത് ആനയറ മഹാരാജാസ് ലൈനുകാരുടെ വഴി മാത്രമല്ല, ജീവിതം കൂടിയാണ്. പെട്ടെന്നൊരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോലും പോകാനാകാത്ത ഗതികേടിലാണ് ഈ നാട്ടുകാരുള്ളത്. കിടപ്പ് രോഗികളെയും കൈക്കുഞ്ഞുങ്ങളെയും എങ്ങനെ വീടിന് പുറത്തെത്തിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ. മാസം 3 കഴിഞ്ഞു. ഇവിടത്തുകാരുടെ ജീവിതതാളം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തെറ്റിക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം വീട്ടിൽ കയറാനും കയറിയാൽ തിരിച്ചിറങ്ങാനുമാകാത്ത ഗതികേടിലാണിവർ. കിടപ്പ് രോഗികളായ പലരും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളും പ്രായമായവരുമുള്ള വീടുകളിലും ആശങ്കയേറുകയാണ്. 3 മാസമായി 3 മാസമായി 3 പ്രാവശ്യം ബോപ്പി എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റാതെയായി. പിന്നെ നടന്നു പോകാൻ പാട്, അവിടെ കൂടെ വഴിയില്ല. പിന്നെ കാറ് കൊണ്ടുപോകാനൊന്നും ഒക്കില്ല. കാറിൽ പൊക്കത്തിൽ എനിക്ക് കയറാനൊന്നും വയ്യ. ഫിസിയോതെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കൂടെ എങ്ങനെ പോകും ഫിസിയോതെറാപ്പി എടുക്കാനായിട്ട്? പിന്നെ മാറ്റണ്ടേ, വലിയ ബുദ്ധിമുട്ട്. ഇങ്ങോട്ടും പോകാനൊന്നും പാടില്ല. പിന്നെ എനിക്കിതിൽ പിന്നെ വണ്ടിയായിട്ട് കൊണ്ടുവന്ന വീട്ടിലായിട്ട് പോവാനേ ഒന്നിനും പാടില്ല. കാറുകൾ കിടന്ന് കൊതുക് കടിച്ച് കാട്ടിനകത്ത് കിടന്ന് കൊതുക് കടിച്ച് കിടക്കാൻ പാടില്ല, തൂക്കാൻ പാടില്ല. ആശുപത്രിയിൽ പോകാനാകാതെ വിഷമിക്കുകയാണ് രോഗികൾ. കഴിഞ്ഞു 3 മാസമല്ല 4 മാസമാകാൻ പോവുകയാണ്. അതിൻ്റെ മുൻപ് ജസ്റ്റ് ഒരു 10 days എന്തോ മുൻപാണ് ഞാൻ വീണത്. എനിക്ക് 1-2 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മോൻ കാറ് വരെ റോട്ടിലാണ്. മോനല്ല, ഇവിടെ എല്ലാവരും കാറ് റോട്ടിലാണ് കിടക്കണത്. വീട്ടിൻ്റെ അകത്തായി പോയ വാറ് വീട്ടിൻ്റെ അകത്ത് സ്ട്രക്കായി നിൽക്കുക. നമുക്ക് പുറത്ത് ഇങ്ങനെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കയറി സാധാരണ ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ അത് ചാടാൻ ബുദ്ധിമുട്ടില്ലേ? അതിൽ ഈ കാലും വയ്യാത്ത ഞാനെങ്ങനെ ചാടും? പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും വന്ന് പോകാൻ പറ്റും? ഇത് കാലിൻ്റെതായതിനെ കൊണ്ട് ഇപ്പം ഞാൻ ഇതിനെ ആയുർവേദത്തിലേക്ക് മാറ്റി. എന്താ വെച്ചാൽ എനിക്ക് പോകാൻ പറ്റണില്ല ഡോക്ടറെ അടുത്തേക്ക്. തൈലും അതും ഇട്ട് നടക്കുകയാണ്. അത് പറ്റൂല, ഇനിയിപ്പോൾ സർജറി വേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇത് ഇവിടുന്ന് മാറിയോ പറ്റുള്ളൂ. ഓരോ ദിവസവും എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവിടുത്തുകാർ ഉറക്കമുണരുന്നത്. പക്ഷേ പരിഹാരവും ആശ്വാസവും അകലുകയാണ്. ഇനിയും എത്ര നാൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുമെന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണിവർ. പൂർണ്ണ ആരോഗ്യമുള്ളവരും യുവാക്കളും ഈ പൈപ്പ് മറികടക്കണമെങ്കിൽ സർക്കസ് പഠിക്കണം. അപ്പൊ പിന്നെ കിടപ്പ് രോഗികളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും ഒന്നും കാര്യം പറയണ്ടല്ലോ. മഴ കൂടി വന്നതോടെ നാട്ടുകാരുടെ ആദി ഏറുകയാണ്. ഒരു അസുഖം വന്നാൽ, ഒന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. അസാധാരണ പ്രതിസന്ധിയാണ് അവിടെ. കാരണം ദിവസങ്ങളായി ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പരിഹാരം നീളുകയാണ്. എന്തായാലും പരിഹാരത്തിന് അല്പോടെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത്. കാരണം പൈപ്പ് കുഴിച്ചിടാനുള്ള യന്ത്രത്തിന് തകരാറുണ്ട്. ആ തകരാറ് പരിഹരിക്കണ ഇനിയും ദിവസങ്ങൾ വേണ്ടി. അല്ല, ഐശ്വര്യ പറഞ്ഞൊരു ശ്രദ്ധേയമായ കാര്യമാണ്. യുവാക്കൾക്ക് പോലും സർക്കസ് പഠിക്കേണ്ട സാഹചര്യമാണ് ഒന്നിപ്പുറം കടക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രായമായവരുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു അവസ്ഥ എന്താണ്? അതെ അതെ, അതായത് നമുക്ക് സഞ്ചരിക്കാൻ നിയമപ്രകാരം നമുക്ക് ഭരണഘടന അനുമതി നൽകിയിട്ടുണ്ട്. നടക്കാനും ഇരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് പൊതു ഇടങ്ങളിലൂടെ. അത് സർക്കാർ സംവിധാനം തന്നെ അത് തടയുക എന്ന അസാധാരണ സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്തായാലും ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെങ്കിൽ കൂടിയും അത് ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നു. മഹാരാജാസ് ലൈനിലെ പ്രതിസന്ധി മാറാൻ ഇനിയും കാത്തിരിക്കണമെന്ന്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം എന്തായാലും ഉടൻ തന്നെ പെടട്ടെ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. നമുക്ക് എന്തായാലും ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ബസ് ഉടമയും CITUവും തമ്മിലുള്ള തർക്കം പരിഹരിച്ചതോടെ കോട്ടയം കൊല്ലാട് റൂട്ടിലോടുന്ന വെട്ടിക്കുളങ്ങര ബസ് സർവീസ് തുടങ്ങി. ഇന്നലെ ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ ചർച്ചയിലാണ് തർക്കം പരിഹരിച്ചത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് നമുക്കൊപ്പം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി, അല്ലേ? അതെ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ ദിവസങ്ങളായി കോട്ടയത്തെ ബസ് ഉടമയും തൊഴിലാളി യൂണിയനുമായുള്ള തർക്കം വാർത്തകളിൽ നിറയുന്നു. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ അതിന് പരിഹാരമായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സർവീസ് തുടങ്ങി എന്നതാണ് സാഹചര്യം. എങ്ങനെയാണ് സർവീസ് കാര്യങ്ങൾ? ആ തീരുമാനപ്രകാരം തന്നെ നടക്കുന്നു, അതല്ലേ ശ്രീജിത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്?
തീർച്ചയായും സജിത്ത്, സ്വാഭാവികമായ നിലയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. 6:40 ആ ബസിന്റെ ആദ്യ സർവീസ് ഉള്ളത്. ആ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടയം കൊല്ലാട് റൂട്ടാണ് ഈ ബസിന്റെ പ്രധാനപ്പെട്ട സർവീസ്. എന്തായാലും ഇന്നലെ ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ചയിലാണ് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമായത്. വേതന വർധനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. പക്ഷേ ഫലത്തിൽ ഇത് അംഗീകരിക്കാൻ ബസ് ഉടമകൾ തയ്യാറായില്ല. അതായത് ഈ ഒരു 2000-ന് മുകളിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ 175 രൂപ അധികമായി നൽകാൻ കഴിയുകയുള്ളൂ, നേരത്തെ ഉള്ളതിൽ അധികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു ബസ് ഉടമകളുമായി ഉണ്ടായ ധാരണ. ഫലത്തിൽ അത് നടപ്പായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ ഉടമ നിർദ്ദേശിച്ചതുപോലെ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ ഈ ബസ്സിൽ നടപ്പാക്കി എന്നുള്ളതാണ് ഇന്നലെ CITU നേതാവ്, മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് PJ വർഗീസും ഒപ്പം തന്നെ ബസ് ഉടമ രാജ്മോഹനും ഒപ്പം തന്നെ മറ്റ് ഉടമകളുടെ സംഘടനയും ഒക്കെ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഒരു ഗുണമുള്ളത്, ഈ തൊഴിലാളികൾക്ക് ആ ബസ്സിൽ ഈ അടുത്ത ദിവസം തന്നെ 3-ാം തീയതി മുതൽ തന്നെ അതിൽ സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. അതായത് ആദ്യം തന്നെ ഈ പരാതിക്കാരായ 2 തൊഴിലാളികൾ, കണ്ടക്ടർക്കും ഡ്രൈവർക്കും ആ ബസ്സിൽ സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഈ ബസ് നേരത്തെ മലരിക്കൽ റൂട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്. നേരത്തെ തന്നെ നഷ്ടത്തിൽ ഓടിയിരുന്ന ബസ്സാണ്. പക്ഷെ ഈ 2 തൊഴിലാളികൾ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത്. ഇവരെ ഈ ബസ്സിലേക്ക് ആക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങൾക്ക് കാരണമായത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥിരമായ ഒരു റൂട്ടിലാണ് ഓടുന്നതെങ്കിൽ ആളുകളെ വിളിച്ചു കയറ്റാനും ഒക്കെ സൗകര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഫലത്തിൽ ഉടമ അപ്പോൾ പറയുന്നത് അതൊരു വിവേചനമായി ഫലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പരാതികളുടെ സാഹചര്യത്തിൽ മാറും. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ റൊട്ടേഷൻ വ്യവസ്ഥയായിരിക്കും ഉണ്ടാകുക. സാധാരണഗതിയിൽ ഓരോ മാസം മാറി മാറി വരുന്ന നിലയിലായിരിക്കും ഉണ്ടാകുക എന്നാണ് ഉടമ രാജ്മോഹൻ ഇന്നലെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു തർക്കം പൂർണ്ണമായും അവസാനിച്ചു. ഇരുപക്ഷവും ഇനി കൂടുതൽ വാദപ്രതിവാദങ്ങൾക്കൊന്നുമില്ല, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ചർച്ചകൾക്കൊന്നുമില്ല എന്നുള്ള നിലപാട് കൂടി ഇന്നലത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ധാരണ കൂടി എടുത്തിട്ടുണ്ട്. സജിത്ത്, ശരി, എന്തായാലും തർക്കം പൂർണ്ണമായി അവസാനിച്ചു, ബസ് ഓടി തുടങ്ങി അല്ലേ? നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ മിൽമയ്ക്ക് താൽക്കാലിക ആശ്വാസം. കൂടുതൽ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ തുടങ്ങേണ്ടതില്ലെന്നാണ് നന്ദിനി മാനേജ്മെന്റ് തീരുമാനിച്ചത്. നന്ദിനി CEO സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണിയും അറിയിച്ചു. കേരളത്തിൽ പാലിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും മിൽമയുടെ കുത്തക തകർക്കുമെന്ന സൂചന നൽകിയായിരുന്നു കേരളത്തിലേക്ക് നന്ദിനിയുടെ വരവ്. ഇതിനെതിരെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് സംസ്ഥാനം പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് കൂടുതൽ ഔട്ട്ലെറ്റുകൾ വേണ്ട എന്ന തീരുമാനം നന്ദിനി മാനേജ്മെന്റ് എടുത്തത്. ഇക്കാര്യം നന്ദിനി CEO സർക്കാരിനെ അറിയിച്ചു. കോൺഗ്രസ് ഭരണം വന്നതിന്റെ ഗുണമാണെന്നാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇക്കാര്യത്തെ വിലയിരുത്തിയത്. ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പം BJP മാറി നന്ദിനി ഇപ്പം അതിൻ്റെ തലപ്പത്ത് കോൺഗ്രസിൻ്റെ ഒരാളാണ് വന്നിരിക്കുന്നത്. അതല്ല, ഇപ്പോൾ അവരുടെ പുതിയ ഷോപ്പുകൾ തുടങ്ങുന്ന തൽക്കാലം നിർത്തിവെച്ചു. അതിൻ്റെ CEOയുടെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായോ, പേരിൽ മാത്രമല്ല എന്നുള്ളത്. സഹകരണ തത്വങ്ങളുടെ ലംഘനമായിട്ടാണ് നന്ദിനി കേരളത്തിൽ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെ സർക്കാർ വിലയിരുത്തിയത്. പകരം കർണാടകയിൽ ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന് മിൽമയും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറെ ദിവസങ്ങളിലുണ്ടായ ആശങ്കയാണ് ഈ മിൽമ പാലിന് ഈ നന്ദിനി ഒരു വെല്ലുവിളി ഉയർത്തുന്നു എന്ന സാഹചര്യം. കാരണം ഒരു സംസ്ഥാനത്തേക്ക് മറ്റൊരു സംസ്ഥാനത്തിന്റെ സഹകരണ സംരംഭം കടന്നു വരുന്നത് സഹകരണ തത്വങ്ങളുടെ ലംഘനം എന്ന വാദമുയർത്തിയാണ് കേരളം അതിനെ തടുക്കാൻ ശ്രമിച്ചത്. എന്തായാലും അത് ഫലം കണ്ടു എന്നതാണ് മന്ത്രിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, പഴയ നക്സൽ നേതാവിന് ഓരോ മഴക്കാലവും കുടവിൽപ്പനയുടെ കാലമാണ്. 95-ാം വയസ്സിലും കുടവിറ്റ് ജീവിക്കുന്ന വിപ്ലവകാരി ഗ്രോ വാസുവിന്റെ ഏകാന്ത ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് ഇനി. വയനാടൻ കാടുകളിൽ ചെഗുവേര മോഡൽ ഗറില്ല പോരാട്ടം നടത്തിയ വിപ്ലവകാരി, നക്സൽ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവകാലമായ 60കളുടെയും 70കളുടെയും പോരാട്ട വഴികളിൽ ഉറച്ച കാൽവയ്പോടെ നടന്നു തീർത്ത രാപകലുകൾ. 80കളുടെ പകുതിയിൽ മാവൂർ ഗോളിയോ റയോൺസിൽ സമരങ്ങളുടെ തീച്ചൂളയിൽ നെടുനായകത്വം വഹിച്ച ഐനൂർ വാസുവിന്റെ പ്രയാണം തീക്ഷ്ണമായ സാമൂഹ്യാവസ്ഥകളിലൂടെയായിരുന്നു. തിരുനെല്ലിക്കാട്ടിൽ നക്സൽ നേതാവ് വർഗീസിനെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർക്ക് ധൈര്യം നൽകിയ നക്സൽ സൈദ്ധാന്തികൻ.
കോഴിക്കോട്ടുകാരുടെ വാസുവേട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പൊറ്റമ്മലിലെ ഒറ്റമുറിയിൽ കുടവിറ്റാണ് ഈ 95-കാരൻ്റെ ജീവിതം. കുട നിർമ്മിച്ച് നൽകുന്നത് ബന്ധുവാണ്. വാസുവേട്ടൻ്റെ മാരിവിൽ കുടകൾക്ക് ആവശ്യക്കാരും കുറവല്ല. പ്രായാധിക്യത്തിൻ്റെ അവശതകളുണ്ടെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ഇതായിട്ടുള്ള പ്രവർത്തനം ഉണ്ട്. അതൊക്കെ മുമ്പത്തെ മാതിരി ഒരു ഫുൾ ടൈമർ എന്നുള്ള നിലക്കല്ല, എൻ്റെ ആദർശത്തിന് വേണ്ടി കഴിയാവുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ ഒരു ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ദൈനംദിന പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെയല്ല നോക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കില്ല. അപ്പോൾ എങ്കിലും ഞാനിപ്പോഴും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. മാവൂർ ഗോളിയോർ സമരകാലത്ത് രൂപീകരിച്ച സംഘടനയാണ് ഗ്രോ അഥവാ ഗോളിയോർ റയോൺസ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ. ഗ്രോയുടെ സ്ഥാപകനായ ഐനൂർ വാസു അങ്ങനെ ഗ്രോ വാസുവായി. സംഘടനയുടെ പേര് പറഞ്ഞ് പിരിവെടുക്കാതെയും ആരെയും ആശ്രയിക്കാതെയും മരണം വരെ ജീവിക്കുക, അതാണ് വാസുവേട്ടന് മുന്നോട്ട് നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എന്തായാലും 95-ാം വയസ്സിലും വാസുവേട്ടൻ സജീവമാണ്. അതെ, ഗ്രോ വാസുവിന്റെ വ്യത്യസ്തമായ ഒരു ജീവിതമാണ്. കാരണം നക്സൽ നേതാവാണ് എന്നതാണ് പ്രത്യേകം. തീർച്ചയായും നമുക്ക് എന്തായാലും ഇനി പത്രം 18-ലേക്കൊക്കെ വരേണ്ടതുണ്ട്. അതിന് മുൻപ് ഒരു ഇടവേള അനിവാര്യമാണ്. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പ്രേക്ഷകർ ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. അങ്ങനെ നമ്മൾ പ്രധാന തലക്കെട്ടുകളൊക്കെ ഒരിക്കൽ കൂടി കണ്ടു. ഇനി നമുക്ക് പോവേണ്ടത് പത്രം 18-ലേക്കാണ് അല്ലെ. പത്രം 18-ൽ രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാണ് പത്രവിശേഷങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ? പ്രധാനപ്പെട്ട പത്രത്തിന്റെ തലക്കെട്ടുകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ഭവ്യ, ഗുഡ് മോർണിംഗ് സജിത്ത്. പത്രങ്ങളിൽ നിരവധി വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസം കൂടിയാണ്. വിഭവസമൃദ്ധമായി തന്നെയാണ് പല പത്രങ്ങളും ഇറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ് പ്രധാനമായും പത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്തകൾ. മറ്റു വാർത്തകളുമുണ്ട്. നമുക്ക് പത്രം 18-ലേക്ക് പോകാം. പത്രം 18-ൽ ആദ്യം പോകുന്നത് മംഗളം പത്രത്തിലേക്കാണ്. മംഗളം പത്രത്തിൽ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വലിയൊരു വാർത്ത, നരേന്ദ്രമോദിയുടെ പൊതുവ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്ന തരത്തിലേക്ക് സർക്കാർ പോകുന്നു. ഒരു പ്രധാനമന്ത്രി ആദ്യമായാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടു തരം നിയമങ്ങളുമായി രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല. മുത്തലാഖ് നിരോധനത്തിൽ മുസ്ലിം സ്ത്രീകൾ BJPക്കൊപ്പം എന്ന പ്രസ്താവനകൾ കൂടി ചേർത്താണ്, മോദിയുടെ പ്രസംഗം കൂടി ചേർത്താണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭോപ്പാലിലെ ലാൽ പരേഡ് മൈതാനത്താണ് BJP പ്രവർത്തക സമ്മേളനത്തിനിടെ നരേന്ദ്രമോദി ഈ കാര്യം വ്യക്തമാക്കിയത്. ഇത് വലിയ ചർച്ചയായിരുന്നു ഇന്നലെ രാജ്യത്ത്. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിവാദം, ജി ശക്തിധരൻ്റെ ആരോപണം, ഫേസ്ബുക്ക് പോസ്റ്റ്, അത് പ്രതിപക്ഷമായുധമാക്കിയിട്ടുണ്ട്. കൈതോലപ്പായയിലെ 2.5 കോടി അത് കോൺഗ്രസിന് വീണ് കിട്ടിയ ആയുധമെന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബെന്നി ബെഹനാൻ പോലീസിന് പരാതി നൽകിയതും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞ് VD സതീശൻ വാർത്താസമ്മേളനം നടത്തിയതും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയിരുന്നു, വലിയ വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ CPM ഇപ്പോഴും മൗനം തുടരുകയാണ്. മംഗളത്തിലെ മറ്റൊരു വാർത്ത, PK ശശി ഉൾപ്പെടെ 3 നേതാക്കളെ തരം താഴ്ത്തി എന്നുള്ളതാണ്. PK ശശി നമുക്കറിയാം, പാലക്കാട്ടെ CPMന്റെ അധികായനായിരുന്നു.
KTDCയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തെ അടക്കം 3 പേരെ പാലക്കാട്ടെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ തരം താഴ്ത്തി PK ശശി ആകട്ടെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയിലേക്കാണ് PK ശശിയെ തരം താഴ്ത്തിയിരിക്കുന്നത്. KTDC ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. മറ്റുള്ളവരെ ജില്ലാ കമ്മിറ്റിയിലെ ആളുകളെ ഏരിയ കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി. അങ്ങനെ പാലക്കാട്ടെ വിഭാഗീയതയിൽ ശക്തമായ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ് എന്ന വാർത്ത മംഗളം ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കേരള കൗമുദിയിലേക്ക് വന്നാൽ വീട്ടിലിന് സമ്പാദ്യം കെണി വൺ തട്ടിപ്പ്. നമ്മൾ പല പത്രപരസ്യങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും വീട്ടിലിന് സമ്പാദിക്കാം, 10,000 സമ്പാദിക്കാം എന്നുള്ള പത്രപരസ്യമാണ്. പലപ്പോഴും വീട്ടമ്മമാരും തൊഴിൽ രഹിതരുമൊക്കെയാണ് ഇത്തരം തട്ടിപ്പുകളിൽ വീണു പോകുന്നത്. ഇത് വ്യക്തി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന പരസ്യങ്ങൾ തലവെക്കല്ലേ, അക്കൗണ്ടിലുള്ള ഒന്നാകെ അടിച്ചു മാറ്റും. ഓൺലൈൻ തട്ടിപ്പിൻ്റെ പല രീതികളിൽ ഒന്നു മാത്രമാണ് ഇത്തരം പരസ്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം നിരവധി പേർക്ക് ഇത്തരം തട്ടിപ്പുകളിൽ പണം നഷ്ടമായി എന്നുള്ളതാണ്. അതിൻ്റെ 2016 മുതൽ 2023 വരെ ഉള്ള കേസുകളുടെ ഒരു വിശദാംശങ്ങൾ കൂടി, അതായത് ഓരോ വർഷവും ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 2022 815 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 2023 ഏപ്രിൽ വരെ മാത്രം 438 കേസുകളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പലപ്പോഴും ഇവരെ പിടിക്കാനൊന്നും സാധിക്കില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇരുന്നാണ് ഇവരിത്തരം തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയിൽ കേരള കൗമുദി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മറ്റു വാർത്ത, ഈ പ്രതിപക്ഷ കൂട്ടായ്മയെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ്. ഭോപ്പാലിൽ നടന്ന പരിപാടിയിലാണ് പാറ്റ്നയിൽ ഒന്നിച്ചവരുടെ ഗ്യാരണ്ടി അഴിമതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ ആദിവാസികളെ അടക്കം അവഗണിച്ചു എന്നുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അദ്ദേഹം സജീവമാക്കിയത്. അതിൽ കേരളത്തിലെ ആദിവാസികളെ അവഗണിച്ചു, ആദിവാസി സമൂഹത്തെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ തളച്ചിട്ടു എന്നുള്ള ആരോപണം നരേന്ദ്രമോദി ഈ സമ്മേളനത്തിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യത്തോടെ കേരള കൗമുദി നൽകിയിരിക്കുന്നു. കേരള കൗമുദിയുടെ മറ്റു വാർത്ത, നമുക്കറിയാം ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. കപ്പിൽ നിറയാൻ ക്രിക്കറ്റ് ലോകം എന്ന ക്യാപ്ഷനോടുകൂടി ക്യാപ്റ്റന്മാരുടെ അടക്കം ചിത്രം വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിനെ കേരള കൗമുദി കാണുന്നു എന്നുള്ളതാണ്. ശൂന്യാകാശത്ത് നിന്ന് ലോകകപ്പ് ട്രോഫി എന്നുള്ള ഒരു വിവരം കൂടി നൽകുന്നുണ്ട്. അതായത് ശൂന്യാകാശത്തേക്ക് ട്രോഫി എത്തിച്ചിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ബലൂണിൽ 12,000 അടി ഉയരത്തിൽ ട്രോഫി എത്തിച്ചു. ഇവിടെ നിന്ന് ട്രോഫി നേരെ അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയത്തിലേക്ക് ഇറക്കി എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാതലായുള്ളത്. ഒപ്പം ഈ ഫിക്സ്ചറും നമ്മൾ ഈ മത്സരക്രമവും അടക്കം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വന്നാൽ നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്ക് വലിയ വാർത്തയായി ഇന്നലെ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒപ്പം വ്യാജനെ പിടിക്കാൻ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഒരു പെരുക്കമുണ്ട് കേരള സർവകലാശാല അടക്കം. ഇതിൽ വ്യാജനെ പിടിക്കാൻ പ്രത്യേക സെല്ലിന് കേരള സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിഖിൽ തോമസിൻ്റെ കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ R അരുൺകുമാർ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എഡിറ്റോറിയൽ പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത് വിലയിടിഞ്ഞുള്ള ഉന്നത വിദ്യാഭ്യാസം എന്ന പരമ്പരയാണ്. കൊഴുക്കുന്ന വിവാദങ്ങൾ, തഴയ്ക്കുന്ന തട്ടിപ്പുകൾ എന്ന് ചേർത്തുകൊണ്ട് ഈ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പോലും വിദേശ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയാത്തത്, ആ തരത്തിൽ നിലവാരമില്ലാത്തത് എന്ന് മാതൃഭൂമി അന്വേഷിക്കുകയാണ്. കേരളത്തിൻ്റെ 3ാം തലമുറ ഇപ്പോൾ കുടിയേറ്റത്തിലാണ് എന്ന പ്രധാനപ്പെട്ട വിവരവും മാതൃഭൂമി നൽകുന്നു. ഈ യുക്രൈൻ യുദ്ധം പോലെ കോവിഡ് പോലെ പ്രതിസന്ധി വരുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്രത്തോളം വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിൽ അന്യ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ടോ എന്ന കാര്യം. പക്ഷേ നമ്മുടെ സർക്കാർ സീറ്റുകൾ കൂടുമ്പോഴും നമ്മുടെ കുട്ടികൾ നാട് വിടുന്ന ഒരു പ്രവണത കൂടി ഈ വാർത്തയിലൂടെ ലേഖിക രാധിക വ്യക്തമാക്കുന്നു. മാതൃഭൂമിയുടെ മറ്റു വാർത്തയിലേക്ക് പോയാൽ പച്ചക്കറി വില, നമ്മൾ രാവിലെ മുതൽ ന്യൂസ് 18 വലിയ പ്രാധാന്യത്തോടെ എടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ചെറിയ ഉള്ളിക്ക് 200 രൂപ എത്തിയിരിക്കുന്നു, ഉള്ളി കരയിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പച്ചക്കറിയുടെയും വില അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സവാളയ്ക്ക് 25 രൂപ, ബീൻസിന് 135 രൂപ, തക്കാളിക്ക് 110. ഇന്നലെ തക്കാളി സെഞ്ചുറി അടിച്ചു എന്ന വാർത്തയുണ്ടായിരുന്നു. പച്ചമുളക് 290. അങ്ങനെ ഓരോ പച്ചക്കറി ഇനത്തിൻ്റെയും വില സഹിതമാണ്. ഊട്ടിയിൽ നിന്നൊക്കെ എത്തുന്ന പച്ചക്കറി ലോഡുകളുടെ കുറവുണ്ട് എന്നുള്ളതാണ്. ഓണക്കാലമാണ്. ഈ പച്ചക്കറി വില ഇങ്ങനെ വർദ്ധിച്ചാൽ മലയാളി അല്പം പെടാപ്പാടപ്പെടേണ്ടി വരും ഓണം ആഘോഷിക്കാൻ എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. ക്ഷമിക്കണം. മാതൃഭൂമിയുടെ മറ്റു വാർത്ത, MVDക്ക് KSEB നൽകിയൊരു പണിയാണ്. കാരണം KSEBയിലെ
സമയപരിധി കഴിഞ്ഞിട്ടും ബില്ലടയ്ക്കാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ ഓഫീസിലേക്കുള്ള വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു എന്നുള്ളതാണ്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഈ ഒരാഴ്ച മുമ്പ് KSEBയിലെ അമ്പലവയൽ സെക്ഷൻ ഓഫീസറായി കരാറടിസ്ഥാനത്തിൽ ഓടുന്ന ജീപ്പിൻ്റെ മുകളിൽ തോട്ടി കെട്ടിവെച്ച് ഓടിച്ചതിന് MVD മോട്ടോർ വാഹന വകുപ്പിൻ്റെ AI ക്യാമറ പിഴ ചുമത്തി അത് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് നൽകി എന്നുള്ളതാണ്. 20,000 രൂപ പിഴയാണ്. ഒപ്പം ജീപ്പ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 500 രൂപ പിഴയും ചുമത്തി. അതിൻ്റെ പ്രതികാരമായാണ് ഈ KSEB ഇത്തരത്തിൽ MVDയുടെ കറണ്ട് കട്ട് ചെയ്തത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇത് ഫണ്ട് ലഭിക്കാത്തതിനാലാണ് സമയപരിധിക്കുള്ളിൽ ബില്ലടയ്ക്കാതിരുന്നതെന്ന് KSEB അധികൃതരെ അറിയിച്ചെന്നും MVD പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും മോട്ടോർ വാഹന വകുപ്പും വൈദ്യുതി ബോർഡും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ഈ തലത്തിൽ എത്തിയിരിക്കുകയാണ്. രസകരമായ ഒരു വാർത്തയാണത്. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലേക്ക് പോയാൽ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിക്കുന്ന വേദിയിൽ ഇന്നലെ ഉണ്ടായിരുന്നത് 2 പ്രഗത്ഭരാണ്. ഒന്ന് നമ്മുടെ വീരേന്ദ്ര സേവാഗ്. കഴിഞ്ഞ തലമുറയിലെ ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ വീരേന്ദ്ര സേവാഗിനെ അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് മുൻ താരം മുത്തയ്യ മുരളീധരനുമാണ്. സേവാഗും മുരളീധരനും തമ്മിലുള്ള പോരാട്ടം വലിയ പ്രാധാന്യത്തോടെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവേശകരമായ പോരാട്ടമായിരുന്നു. ഇപ്പോൾ മുരളീധരൻ പറയുന്നത് സേവാഗ് പറയുന്നത് മുരളിയെ പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ശ്രീലങ്കയുമായുള്ള മത്സരത്തിൻ്റെ തലേ ദിവസം പലപ്പോഴും ഉറക്കം വരില്ല. നാളെ എങ്ങനെ മുത്തയ്യ മുരളീധരൻ്റെ പന്തുകളെ നേരിടണം എന്നുള്ള ചിന്തയിലായിരിക്കും. അത് പലതവണ തൻ്റെ ആദ്യ 10 ഓവർ കഴിയുമ്പോഴാണ് മുരളി ബൗളിങ്ങിനെത്തുക. അതിനു മുൻപ് 50 റൺസെങ്കിലും എടുത്ത് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എന്നും സേവാഗ് പറയുന്നു. മുരളി എത്തിയാൽ എന്ത് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സേവാഗ് മുരളിയെ പരമാവധി ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്ന കാര്യം ഇന്നലെ ഈ മത്സരക്രമം പ്രഖ്യാപിക്കാൻ ചടങ്ങിൽ പ്രസംഗിച്ചിരുന്നു. ആ വാർത്ത മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഇന്നും വളരെ ഗുരുതരമായ ഒരു ആരോപണം ദേശാഭിമാനി പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർത്തുന്നു എന്നുള്ളതാണ്. അത് സതീശന് വിദേശ ഹോട്ടലുകളിൽ ബിനാമി നിക്ഷേപം എന്നുള്ളതാണ്. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്. യൂത്ത് കോൺഗ്രസ് എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ് വിജിലൻസിന് ഇത് സംബന്ധിച്ച മൊഴി നൽകി എന്നുള്ളതാണ്. ഈ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഹോട്ടൽ ശൃംഖല ഫ്ലോറയിലാണ് സതീഷ് നിക്ഷേപം. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മുൻ KSU നേതാവ് അനുരാ മത്തായിയാണ് ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് എന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. പുനർജനി പദ്ധതിയിൽ സമാഹരിച്ച പണമാണ് ഇത്തരത്തിൽ നിക്ഷേപിച്ചത് എന്നും ഈ വാർത്തയിൽ പറയുന്നു. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ വാർത്ത കത്താനുള്ള സാഹചര്യമുണ്ട്. കാരണം തുടർച്ചയായ ആരോപണങ്ങൾ സതീഷിനും സുധാകരനുമെതിരെ CPM-ഉം ദേശാഭിമാനിയും സർക്കാരുമൊക്കെ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ദേശാഭിമാനിയുടെ മറ്റൊരു വാർത്ത നരേന്ദ്രമോദിക്കെതിരെ ചോദ്യം ചോദിച്ച സബ്രീന സിദ്ദിഖി. നമുക്കറിയാം അമേരിക്കയിൽ വെച്ച് മോദിയോട് ചോദ്യം ചോദിച്ചത് വലിയ വിമർശന വിധേയമായിരുന്നു. ഈ മാധ്യമപ്രവർത്തകയ്ക്ക് സൈബർ ആക്രമണം എന്നുള്ള വാർത്ത അതീവ പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയോട് ആദ്യമായി ചോദ്യം ചോദിച്ച അമേരിക്കൻ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ സൈബർ ആക്രമണം എന്നുള്ളതാണ്. വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ സബ്രീന സിദ്ദിഖിക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനെ വൈറ്റ് ഹൗസ് അപലപിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ഈ വാർത്തയ്ക്കൊപ്പമുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ കണ്ണൂർ നടാൽ ആലിങ്കീഴിൽ സുധാകരൻ നിർമ്മിച്ച വീട് എന്ന രീതിയിൽ ഒരു വീടിൻ്റെ ചിത്രം ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഇതിന് 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വീടാണ് ഇതെന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്ക് വീട് കണ്ടാൽ തന്നെ അറിയാം വലിയൊരു ആഡംബര സൗധമാണ്. ഒപ്പം വീടിനൊപ്പം 2 ഗസ്റ്റ് ഹൗസുകൾ കൂടിയുണ്ട്. ഇങ്ങനെയൊരു വീട് നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് 4-4.5 കോടി രൂപ വില വരും, ചിലവാകും എന്നുള്ളതാണ്. 2.5 കോടി രൂപ ചിലവാകും എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സൗധത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വില കൂടിയ മാർബിളുകളും തേക്ക് ഉൾപ്പെടെയുള്ള തടികളുമാണ് എന്ന് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത്ര വലിയ ഒരു വീടുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ വിജിലൻസ് ആരംഭിച്ചു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സുധാകരൻ്റെ വരുമാനം കൊണ്ടും ഭാര്യയുടെ വരുമാനം കൊണ്ടും മാത്രം ഇത്ര വലിയൊരു വീട് നിർമ്മിക്കാനാവില്ല എന്നും ഈ വാർത്തയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. വീക്ഷണത്തിലേക്ക് വന്നാൽ അതേസമയം വീക്ഷണം നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുഖപത്രമാണ്. 1500 ഏക്കർ ഭൂമി ഇടപാട് 552 കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്നുള്ള ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലായ ലീഡിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത അതീവ പ്രാധാന്യത്തോടു കൂടി വീക്ഷണം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെതിരെയാണ് ഈ ആരോപണം ലീഡ് ഉയർത്തിയിരിക്കുന്നത്. ലീഡിൻ്റെ ലേഖിക മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നും അതിന് തുടർച്ചയായ സ്റ്റോറികൾ ഉണ്ടാകും, തൻ്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ വാർത്താ പരമ്പരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഗോയങ്ക അവാർഡ് ജേതാവായ സന്ധ്യ രവിശങ്കറാണ് ഈ ആരോപണവുമായി വന്നിരിക്കുന്നത്. ഇത് ഫാരിസ് അബുബക്കർ അടക്കമുള്ളവരുടെ
പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 552ഓളം കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്നും ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വീക്ഷണം പ്രത്യേകമായി അവരുടെ മുൻ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമുക്കറിയാം, പ്രത്യാരോപണങ്ങളാണ് ഈ മുഖപത്രങ്ങൾ തമ്മിൽ. CPM-ന്റെ മുഖപത്രം സതീഷിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പുറത്തെ വീക്ഷണം കോൺഗ്രസിന്റെ മുഖപത്രം പിണറായി വിജയനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ്. മലയാള മനോരമയിലേക്ക് വന്ന് നമുക്കറിയാം, നാളെയാണ് പെരുന്നാൾ. ഇന്ന് ഇപ്പോൾ ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് ഹജ്ജ് കർമ്മത്തിൻ്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഒത്തുകൂടിയ തീർത്ഥാടകർ കാരുണ്യത്തിൻ്റെ മലയെ എന്നറിയപ്പെടുന്ന ജബലൂർ റഹ്മയിൽ കയറുന്ന കാഴ്ചയാണ്. ഇത് ഒരുപാട് തീർത്ഥാടകർ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. AFPയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഇത്. മലയാള മനോരമയുടെ മറ്റൊരു ചിത്രം, അത് KAS-ന്റെ ചടങ്ങിലേക്ക് എത്തുന്ന പിണറായി വിജയന്റെ ചിത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അത് KAS ചടങ്ങാണ്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട നിരവധി പ്രത്യേകതകളുള്ള, അതിൽ നമുക്ക് DYFIയുടെ ജില്ലാ സെക്രട്ടറി ഷിജു ഖാന്റെ ഭാര്യ ഡോക്ടർ സിബിക്ക് അടക്കം KAS കിട്ടിയിട്ടുണ്ട്. ഷിബിക്ക് മധുരം പങ്കുവെക്കുന്ന ഷിജു ഖാന്റെ പടമുണ്ട്. ചടങ്ങിൽ വിതരണം ചെയ്ത മറ്റ് ചിത്രങ്ങളൊക്കെ പ്രത്യേകതയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയുടെ ഉൾപേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, പിതാവിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത മകൾക്ക് 75 ലക്ഷത്തിന്റെ ഒന്നാം സമ്മാനം എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. പിതാവിൻ്റെ ലോട്ടറി കടയിൽ നിന്ന് ഒരു മകൾ ടിക്കറ്റ് എടുത്തിരുന്നു. അത് അരൂർ സ്വദേശിയായ ആഷ്ലി, പിതാവ് അഗസ്റ്റിനൊപ്പം നിൽക്കുന്ന, അത് ഇന്നലെ നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സ്ത്രീ ശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 75 ലക്ഷം രൂപയാണ് ഈ കുട്ടിക്ക് ലഭിച്ചത്. 10 വർഷമായി അരൂർ ക്ഷേത്രം കവലയ്ക്ക് സമീപം ലോട്ടറി കട നടത്തുന്ന ആൾ കൂടിയാണ് അഗസ്റ്റിൻ. കഴിഞ്ഞ ദിവസം അഗസ്റ്റിൻ തൻ്റെ മകൾക്ക് ഒരു ലോട്ടറി നൽകുകയായിരുന്നു. അതിനാണ് സമ്മാനം ലഭിച്ചത് എന്ന് ഈ വാർത്തയിലുണ്ട്. ദ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ, പുടിൻ താങ്ക്സ് മിലിറ്ററി ഫോർ അവേർട്ടിംഗ് സിവിൽ വാർ. വാഗ്നർ ബോസ് ഇൻ ബെലാറസ്. അതായത് കഴിഞ്ഞ ദിവസം റഷ്യയിലുണ്ടായ സായുധ കലാപം നമുക്കറിയാം. അതിൽ ആഭ്യന്തര പ്രശ്നം, ആഭ്യന്തര വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ, ഒപ്പം ആഭ്യന്തര യുദ്ധം പരിഹരിക്കുന്നതിൽ മിലിറ്ററിയുടെ ഒരു പങ്കാളിത്തത്തെ പുടിൻ പ്രശംസിക്കുന്ന വാർത്തയാണത്. ഒപ്പം വാഗ്നർ ബോസ് പ്രിഗോഷിൻ ഇപ്പോഴുള്ളത് ബെലാറസിലാണ്. ബെലാറസിൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടി എന്ന വാർത്തയുണ്ട്. അപ്പം ഈ വാഗ്നർ സേനയെ അവരെ പിരിച്ചുവിടാനുള്ള നടപടികളൊക്കെ റഷ്യ ആരംഭിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ വാർത്ത അതീവ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പത്രം 18-ലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഏതായാലും ബാക്ക് ടു സജിത്ത് ആൻഡ് ഭവ്യ. യെസ്, താങ്ക് യു രഞ്ജിത്ത് രാമചന്ദ്രൻ. എന്തായാലും വിശദമായൊരു പത്രവിശകലനത്തിന് അല്ലേ. യെസ്, നമ്മൾ ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബലിപെരുന്നാളാണ്. നമ്മൾ ആ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ത്യാഗസ്മരണയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ. ഈദ്ഗാഹുകളും പള്ളികളും പെരുന്നാൾ നമസ്കാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. UAE-യിലെ വിവിധ എമിറേറ്റ്സുകളിലായി മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പ്രധാന ചടങ്ങായ ബലികർമ്മം നടക്കും. ഇന്ന് പുലർച്ചെയാണ് ഹാജിമാർ മുസ്തഫയിൽ നിന്നും മിനായിലേക്ക് എത്തിയത്. മിനായിലെ ജംറത്തുൽ അക്ബയിൽ ആദ്യ കല്ലേറ് കർമ്മം നടക്കും. കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാജ്യത്തെ മികച്ച പോലീസ് ഫോഴ്സിനെ നയിക്കാൻ ആയതിൽ സന്തോഷമുണ്ടെന്ന് DGP അനിൽ കാന്ത്. സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന സമയം വെല്ലുവിളിയുടേതായിരുന്നു. പോലീസിലെ നവീകരണങ്ങൾ എല്ലാ കാലത്തും തുടരും. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി നേരത്തെ തുടങ്ങിവെച്ചതാണ്. അത് ഇനിയും തുടരുമെന്നും DGP പറഞ്ഞു. ഈ മാസം 30-നാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും അനിൽ കാന്ത് വിരമിക്കുക. ഈ പോലീസ് ആക്ടിവിറ്റി ആണ് സാധാരണത്തെ ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും ഇനിഷ്യേറ്റീവ് പണ്ടിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ട്, അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഓഫീസർമാരുടെ കോഓപ്പറേഷൻ ആയിട്ട് ഒരു പുതിയ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു നേരെ ഡയറക്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ എങ്ങനെയാണ് പോലീസ് ഇംപ്രൂവ് ചെയ്യണം, നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, പണ്ടിലെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാലത്ത് ഇത് വന്നിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് അടുത്ത കാലത്ത് ഈ ഇനിഷ്യേറ്റീവ് പുതിയ ഇനിഷ്യേറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്, ഈ സൊസൈറ്റിൻ്റെ സേവനമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയാണ്. ഇത് സർവീസ് ഓർഗനൈസേഷനാണ്.
അതിൻ്റെ ഭാഗമായിട്ട് അതാണ് മെയിൻ പർപ്പസ് ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ്. ആ പോലീസ് അതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഒരു വി ആർ ഹിയർ, വി എക്സിസ്റ്റ് ഹിയർ ടു സെർവ് ദ പീപ്പിൾ, ടു സെർവ് ദ സൊസൈറ്റി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് അരങ്ങുണരുന്നു. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് സീസൺ 5 ഇന്ന് തുടക്കമാകും. അതെ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും BS കൃഷ്ണരാജ് നമുക്കൊപ്പം ചേരുന്നു. കൃഷ്ണരാജ്, എത്ര കണ്ട ആവേശത്തിലേക്കാണ് ഗ്രീൻഫീൽഡ് തയ്യാറായിരിക്കുന്നത്? കാരണം സ്പോർട്സ് ഹബിൽ ലോകകപ്പ് മത്സരം നേരിട്ടില്ലെങ്കിൽ കൂടിയും സന്നാഹ മത്സരം നടക്കുന്ന ഇടമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് സജിത്, ഭവ്യ. 2 മാസങ്ങൾക്കപ്പുറം ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ സന്നാഹ മത്സരങ്ങൾ നടക്കേണ്ട വേദിയാണിത്. 6 ടീമുകൾ, ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഇന്ത്യയും അടക്കം 6 ടീമുകളെത്തും. 4 സന്നാഹ മത്സരങ്ങൾ ഇവിടെ നടക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അതിനു മുൻപ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് നടക്കുകയാണ് കാര്യവട്ടത്ത്. ചരിത്രത്തിൽ ആദ്യമായി ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകുന്നു. അതിൻ്റെ സംഘാടകർ നമുക്കൊപ്പമുണ്ട്. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് സീസൺ 5. അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. അൽജസാം, 5ാമത്തെ സീസണാണ്. 4 വർഷങ്ങൾ കടന്നുപോയി. 5ാമത്തെ സീസണിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾക്ക് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് ചരിത്രമാണ്. നിങ്ങൾ പറഞ്ഞ ചരിത്രമാണ് ഇപ്പോൾ ഇവിടെ വേദിയൊരുങ്ങുന്നത്. അടുത്ത 2 മാസം കഴിഞ്ഞാൽ വേൾഡ് ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർസ് ഇവിടെ വന്ന് കളിക്കുന്നു. ഇവിടെ കളിക്കാൻ പോകുന്നത് ആ ഗാലറി ടിക്കറ്റ് പോലും കഴിഞ്ഞ ടൂർണമെന്റ് കിട്ടാത്തവരാണ് ഇന്ന് മുതൽ ഇവിടെ കളിക്കാൻ പോവുകയാണ്. സോ 4 വർഷം ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കളി തുടങ്ങി. അത് കഴിഞ്ഞ വർഷം LNCP, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം. മഴയെന്നൊരു വില്ലൻ ഇല്ലെങ്കിൽ ഈ ടൂർണമെന്റ് ഒരു ചരിത്രമായി ഞങ്ങൾ. ശരിയാണ്, കഴിഞ്ഞ തവണ മത്സരം ഇവിടെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഗാലറിയിൽ പോലും ഇരിക്കാൻ ടിക്കറ്റ് കിട്ടാതെ പോയവർ, അല്ലെങ്കിൽ ഗാലറിയിൽ ഇരുന്ന് അന്താരാഷ്ട്ര താരങ്ങൾക്ക് കൈയടിക്കുന്നവർ, അവരാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ജേഴ്സി അണിഞ്ഞ് ആവേശപൂർവ്വം ഈ മത്സരത്തെ സമീപിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ ആഘോഷമാണ്, അതിൻ്റെ തുടക്കമാണിത്. ഈ ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ അത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ്, അതിൽ മത്സരങ്ങളുടെ ആവേശം എന്നതിനപ്പുറം എന്താണ് ഈ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിലൂടെ ലക്ഷ്യമിടുന്നത്? ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് പ്യൂർലി ചാരിറ്റിയാണ്. നമ്മൾ ഈ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, RCCയിൽ കഴിയുന്ന കുട്ടികൾക്ക്, അതുപോലെ പോളിയോ ബാധിച്ച കുട്ടികൾക്ക് ഞങ്ങൾ 5 വർഷം കൊണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യവും അതുപോലെ തന്നെ ചാരിറ്റി തന്നെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ചാരിറ്റി ക്ലബ്ബ് തന്നെയാണ്. ചാരിറ്റി ബേസ്ഡ് ടൂർണമെൻ്റാണ്. ശരി, അതായത് അത് നേരിട്ട് കഴിഞ്ഞ 4 വർഷവും അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പ്രാധാന്യത്തോടെ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇവരൊക്കെ ഇതിൻ്റെ സംഘാടകരാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ ടൂർണമെൻറ്റിന് പിന്നാലെ ഇതിൻ്റെ സജീവത നിലനിർത്താനായി ഓടി നടക്കുന്നവരാണ്. അവരൊക്കെയും ചേർന്ന് ഇതൊരു വലിയ ക്രിക്കറ്റ് ഉത്സവമാക്കി മാറ്റുകയാണ്. ലോകകപ്പ് വിരുന്ന് എത്താനിരിക്കെ അതിനു മുൻപ് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടവർ, ടിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോയവരൊക്കെ ക്രിക്കറ്റിൻ്റെ അങ്ങേയറ്റത്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. ഇതിന് പിന്തുണയുമായി ഒരുപാട് പേർ ഉണ്ട് എന്ന കാര്യവും എടുത്തു പറയണം. ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ എല്ലാ കാലത്തും അംഗീകരിക്കപ്പെട്ടതുമാണ്. അതിനിയും തുടരും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ഉത്സവമാണ്. അത് ടെന്നീസ് ബോൾ ക്രിക്കറ്റാണ് എന്നുകൂടി ഓർക്കണം. എല്ലാ കായിക പ്രേമികൾക്കും ഇവിടേക്ക് വരാവുന്നതാണ്. അവർ അതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് ഇവിടെ ഉണ്ടാകുന്നത്. 1 മാസം മുൻപാണ് ഗുജറാത്തിൽ പോയി കേരളത്തിൻ്റെ ക്രിക്കറ്റ് പ്രതിഭകൾ ഒരു കിരീടം സ്വന്തമാക്കി മടങ്ങി വന്നത്. അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് എന്ന കാര്യം കൂടി എടുത്തു പറയണം. ഭവ്യ, സജിത്ത്. എന്തായാലും കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് തയ്യാറെടുക്കുകയാണ് പുതിയൊരു ക്രിക്കറ്റ് ആവേശത്തിന്. നമ്മൾ ഇനി പോകുന്നത് നമ്മൾ നേരത്തെ പരിശോധിച്ച വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനാണ്. എന്തായാലും തിരുവനന്തപുരത്ത് മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു. വർക്കല വടശ്ശേരിക്കോണം സ്വദേശി രാജുവിനെയാണ് പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിക്കും ഈ ഒരു സംഭവത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇന്നാണ് രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അഭിലാഷ് ആറ്റിങ്ങൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു മരണത്തിലേക്ക് അടക്കം, അതും സ്വന്തം മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം അതീവ ദാരുണമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വടശ്ശേരിക്കോണം വലിയ വിളാകത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയിൽ രാജൻ, 62 വയസ്സുള്ള രാജനാണ് മരണപ്പെട്ടത്. ഇന്ന് വർക്കല ശിവഗിരിയിൽ രാജന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ സംഭവം.
വിവാഹത്തിന്റെ റിസപ്ഷനൊക്കെ ഇന്നലെ രാത്രി കഴിഞ്ഞ ശേഷം 12 മണിയോടെയാണ് അയൽവാസികളായ വിഷ്ണു എന്ന യുവാവും അയാളുടെ 4 സുഹൃത്തുക്കളും രാജന്റെ വീടിന് മുന്നിലെത്തി ബഹളം ഉണ്ടാക്കിയത്. അത് ചോദ്യം ചെയ്ത സമയത്താണ് രാജന് വീട്ടിലുണ്ടായിരുന്ന മൺവെട്ടി കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയത്. അതിനുശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ഈ പ്രതികളെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ രാജന്റെ മകളുമായി വിഷ്ണു നേരത്തെ സൗഹൃദത്തിലായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ വിവാഹം ആലോചിക്കുന്ന നിലവരെ എത്തിയെങ്കിലും വിഷ്ണുവിന്റെ ചില സ്വഭാവങ്ങളൊക്കെ വീട്ടുകാർ അറിഞ്ഞത് കാരണം വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിന്നീട് വേറൊരു കല്യാണാലോചന നടക്കുകയും ആ വിവാഹമാണ് ഉറപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ വിരോധത്തിലാണ് ഇന്നലെ രാത്രി വിഷ്ണുവും സുഹൃത്തുക്കളും ഈ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയത്. ഇതിനിടയിലാണ് ആകസ്മികമായി ഈ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതാണ് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവം. വർക്കലയ്ക്ക് സമീപമാണ് ഉണ്ടാവുന്നത്. മകളുടെ വിവാഹ ദിന ദിവസം പിതാവ് കൊല്ലപ്പെടുന്നു എന്ന വാർത്ത. മകളുടെ മുൻ സുഹൃത്തുക്കളാണ് ഈ സംഭവത്തിൽ പ്രതികൾ. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും മരിച്ചത് വടശ്ശേരിക്കോണം സ്വദേശി രാജുവാണ് മരിച്ചത്. ഇന്നായിരുന്നു മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അതാണ് ദാരുണമായൊരു സംഭവം തലസ്ഥാനത്ത് നിന്നും വരുന്നത്. നമ്മൾ മറ്റു വാർത്തകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം കുളത്തൂരിൽ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾ സ്വന്തമായി പോംവഴി കണ്ടെത്തി. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്താണ് സ്വന്തം മഴക്കുഴി നിർമ്മിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. കുളത്തൂർ ആറ്റിൻകുഴിയിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡിലാണ് വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാലങ്ങളായി ഇവർ അധികൃതരോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രദേശത്ത് ഓട വേണമെന്ന് പലവട്ടം ആവശ്യമുയർന്നു. നടപടിയുണ്ടായില്ല. ഇതോടെയാണ് സ്വന്തം പണം മുടക്കി ഇവിടുത്തെ കുടുംബങ്ങൾ മഴക്കുഴി നിർമ്മിച്ചത്. ഇത് അധികൃതരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അതിനൊരു പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. 100ഓളം സിമന്റ് ഉറകൾ ഇതിനായി ഉപയോഗിച്ചു. കെട്ടിനിൽക്കുന്ന വെള്ളം ഇതുവഴി തിരിച്ചുവിടും. ഇതോടെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതൊരു പ്രചരണമായി മാറണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാട്ടുകാർ അറിയണം, കേരളം ആകെ ഇത് കാണണം. വെള്ളക്കെട്ട് ഇങ്ങനെയും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും കൈമലർത്തിയതോടെയാണ് 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മഴക്കുഴി നിർമ്മാണം. VSSCയിലേക്കും ടെക്നോ പാർക്കിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് വെള്ളം കെട്ടുന്നത്. ന്യൂസ് 18 കുളത്തൂർ. എന്തായാലും നമ്മുടെ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതല്ലേ? എന്തായാലും ഇന്ന് നമ്മൾ വിശദമായി തന്നെ മലയാളത്തിൽ കേരളത്തിന്റെ ഒരു പൊതുചിത്രമാണ് പരിശോധിച്ചത്. വിലക്കയറ്റം, ഒപ്പം തന്നെ കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ, പനി വർദ്ധിക്കുന്നു, അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ പരിശോധിച്ചു. എന്തായാലും കൂടുതൽ വ്യക്തമായ വാർത്താ ചിത്രം വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. എല്ലാവരും കാത്തിരിക്കുക. അത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി malayalam.news18.com സന്ദർശിക്കുക. എന്തായാലും പ്രഭാത കേരളം പൂർത്തിയാവും.